വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓരോ പുലരികളും അസ്തമിക്കുമ്പോൾ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ടൊരിക്കല് പള്ളിയിലെ ഖുതുബയ്ക്കിടയിൽ ഒരു ഉസ്താദ് പറഞ്ഞ് കേട്ട അറിവാണ് എനിക്കുള്ളത്. ഓരോ ഇശാ നമസ്കാരത്തിന് ശേഷവും തഹിയ്യാത്തിന് ശേഷം സലാം വീട്ടി ഇസ്തിഗ്ഫാർ ചൊല്ലി തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്ത് പിരിയുന്നതിന് മുമ്പ് എണീറ്റോടുകയല്ല വേണ്ടത്. അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ മുട്ടിന്റെ പുറത്ത് കൈ വയ്ക്കുകയും ആ കൈ നോക്കി തൻ്റെ മുഖത്തോട്, അതായത് ഒരു മിറർ എങ്ങനെയാണോ കൈ വയ്ക്കുന്നത് അതുപോലെ നോക്കി ഇരിക്കണമെന്ന് പറയാറുണ്ട് എന്നോട്. എന്നിട്ട് ആ മിററില്, അതായത് നമ്മൾ അവിടെ കൈ എന്ന മിററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവിടെ തെളിഞ്ഞു കാണേണ്ടത് നമ്മുടെ മുഖമാണ്. നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു അനലൈസ് നടത്തേണ്ടതാണ്, അത്യാവശ്യമാണ്. നാം എന്തൊക്കെ പഠിച്ചു, നാം ആരോടൊക്കെ എന്തൊക്കെ സംസാരിച്ചു, നാം എന്തൊക്കെ പറഞ്ഞുപോയി, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന വ്യക്തമായ ഒരു ധാരണ കിട്ടേണ്ടത് നമ്മുടെ കിടക്കുന്നതിന് മുമ്പത്തെ നിസ്കാരമായ ഇശാ നമസ്കാരത്തിലൂടെയാണ്. നമ്മൾ ഓരോ സായാഹ്നങ്ങളും കഴിഞ്ഞ് പുലരിയിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഓരോ പുലരിയും കഴിഞ്ഞ് സായാഹ്നത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്ഷീണിച്ചിട്ട്, നൗം എന്നത് ഉറക്കം അഥവാ ക്ഷീണം മാറ്റാൻ വേണ്ടി അള്ളാഹു താല മനുഷ്യനെ അനുഗ്രഹിച്ച് നൽകിയൊന്നാണ് ഉറക്കം, നൗം എന്ന് പറയാം. സൂറത്തു നബയിൽ അത് പറയുന്നുണ്ട്. അപ്പോ ആ നൗമിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. പരീക്ഷയുടെ അവസാന ദിവസങ്ങളിലായിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓട്ടിച്ചു നോക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ. സാധാരണ നിരന്തരമായി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, സാറേ പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള ബുദ്ധിയൊന്നും പടച്ചോൻ നമുക്ക് തന്നിട്ടില്ല. പഠിക്കാനുള്ള കാര്യങ്ങൾ അത് ഓർത്തിരിക്കാനുള്ള ബുദ്ധി പടച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തായി മറന്നു പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ റിവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യുന്നില്ല, വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നില്ല, റിവൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നാളെ ഇതുവരെ നമ്മൾ എടുത്ത ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾ ഒന്നല്ല രണ്ടല്ല 10 ആവർത്തിയെങ്കിലും കേട്ടുകൊണ്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് പോകാൻ എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഷനോട് കൂടി വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെയും കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ചോദ്യങ്ങളുണ്ട്, കുറേയധികം കണ്ടന്റുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കാണ്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വേണം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു 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 പ്രതീക്ഷ വേണം. അല്ലെങ്കിൽ അത് ചോദിച്ചാൽ മറുപടി കിട്ടും, അത് കാണും, സാറ് കാണും, സമയത്തിനനുസരിച്ച് മറുപടി തരും എന്നുള്ള ഒരു പതിയത്ത് വേണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. നമുക്കൊരു ചോദ്യം തുടങ്ങാം അല്ലെ? ചോദ്യമാണ് നമ്മുടെ എല്ലാത്തിന്റെയും ഒരു ചോദ്യം മതി ജീവിതം മാറി മറിയാൻ എന്ന് പറയുന്നത് പോലെ. പറഞ്ഞത് ഞാനല്ല, സുരേഷ് ഗോപിയാണ്. അപ്പൊ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അൽ ഇജ്റാഅത്തുല്ലദി യത്തബിഉഹൽ മുഅല്ലിമു ലിമുസാഅദത്തി തലാമീദിഹി, അവിടെ ദാലിനൊരു പുള്ളിയുണ്ട്, ലിതഹ്ഖീഖിൽ അഹ്ദാഫി. ഈ ഉത്തരം കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, നിങ്ങൾക്ക് പെഡഗോജി എന്താണെന്നും ഒരു ഐഡിയ ഇല്ലാത്ത പിള്ളേരാണെന്നുള്ളത്. ഇവിടെ എന്താണെന്നുള്ള ഒന്നും കൂടി ഒന്ന് ആലോചിച്ചൊക്കെ. അൽ ഇജ്റാഅത്ത് കുറച്ച് പ്രവർത്തനങ്ങളാണ്. അല്ലദി യത്തബിഉൽ മുഅല്ലിം അധ്യാപകൻ പിന്തുടരുന്നു, ലിമുസാഅദത്തി തലാമീദിഹി തന്റെ വിദ്യാർത്ഥിയെ സഹായിക്കാൻ വേണ്ടി, ലിതഹ്ഖീഖിൽ അഹ്ദാഫ് ലക്ഷ്യത്തിലേക്ക് എത്താൻ. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്?
അല്ലാതെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും എത്രത്തോളം കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇവാലുവേഷനിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, അത് വേറെ കാര്യം. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? തുർക്ക് തദ്രീസ് എന്ന് വെച്ചാൽ ടീച്ചിങ് മെത്തേഡ് എന്നുള്ളതാണ്. മനാഹിജ് ദിറാസിയ എന്ന് വെച്ചാൽ ലേണിംഗ് കരിക്കുലംസ് എന്നാണ്. തക്വീം ഇവാലുവേഷൻ ആണ്. അൻഷിത്ത എന്ന് വെച്ചാൽ ആക്ടിവിറ്റികൾ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. തുർക്ക് തദ്രീസ് ആണ്. വൈ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു ചോദ്യം കഴിഞ്ഞ HSA 2024 HSAക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. മിമ്മ ലാ യഅ്ത് മിൻ ഖസായിസി ത്വറായിഖിൽ ഇൽമിയ ലിതഅലീമി അൽ-ലുഗാത്തിൽ അജ്നബിയ. വൈദേശിക ഭാഷ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളുടെ പ്രത്യേകതകളിൽ പെടാത്തത്. മിമ്മ ലാ യഅ്ത് പെടാത്തത്. അത്തർക്കീസ് അലൽ മുഅല്ലിം, അധ്യാപക കേന്ദ്രീകൃതമാണ്. അത്തർക്കീസു അല ദാരിസി, വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. തുല്ലാബി അല ഇക്തിശാഫിൽ മഅലൂമാത്ത് ബിനഫ്സിഹി, സ്വയം തന്നെ വിദ്യാർത്ഥികളെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി അധ്യാപകൻ എന്ത് ചെയ്യണം? പ്രേരിപ്പിക്കണം. തുല്ലാബ് അല ഇസ്തിഫാദത്ത് മിനൽ മസാദിറിൽ ഖാരിജിയ ലിൽ മസീദി മിനൽ മഅലൂമാത്ത്, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വിദ്യാർത്ഥികളെ പ്രൊമോട്ട് ചെയ്യണം, തഷ്തീഅ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. എന്തിനാണ്? ലിൽ മസീദി മിനൽ മഅലൂമാത്ത്, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട്, പുറത്തുള്ള കാര്യങ്ങൾ കൂടി ഉപയോഗിക്കാൻ വേണ്ടി പറയണം. ഇതിന്റെ അകത്ത് ഒരു വൈദേശിക ഭാഷ പഠിപ്പിക്കുന്ന സമയത്ത് മെത്തേഡുകൾ പെടാത്തത് എന്നുള്ളതാണ്. ഓക്കെ, തർക്കീസ് അലൽ മുഅല്ലിം, അധ്യാപക കേന്ദ്രീകൃതമാകരുത് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അടുത്തൊരു ചോദ്യം, ലൈസ മിൻ തുർക്കി തദ്രീസിൽ മഅറൂഫ, പ്രധാനപ്പെട്ട ടീച്ചിങ് മെത്തേഡുകളിൽ പെടാത്തത്. മഷ്റൂ, തർജുമ, ശർഇയ്യ, തവാസുലിയ. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. പലരും ബിയും സിയും ഡിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ത്വരീഖത്ത് ശർഇയ്യ വരുന്നില്ല. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നാണ് തവാസുലിയ എന്ന് വെച്ചാല്. തർജുമ എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നാണ്. ത്വരീഖത്തുൽ മഷ്റൂ എന്ന് വെച്ചാൽ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്നാണ്. അപ്പോ ഇതൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് പറയാം. അൽ ഇസ്തിറാതീജിയത്ത് തദ്രീസ് വ ത്വറായിഖുഹു, ടീച്ചിങ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്. അതായത് നമ്മളിപ്പോ രണ്ട് കലിമത്തുകളുണ്ട്, സ്ട്രാറ്റജി എന്നുണ്ട്, മെത്തേഡ് എന്നുണ്ട്. ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സാധനം, അതായത് തുർക്ക് തദ്രീസിന്റെ ഒരു എന്താ പറയാ, ഒരു ഹോൾ പാർട്ട് എന്ന് പറയാം. ചിലപ്പോ എക്സാമിന് ചോദിക്കാം, ഇതിന്റെ അകത്ത് ആമായിട്ടുള്ളത് ഏത്, ഖാസ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കാം. ആമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇസ്തിറാതീജിയ, സ്ട്രാറ്റജീസ് എന്ന് പറയും. ഇനി അതിന്റെ സബ്പാർട്ടുകളാണ് മെത്തേഡുകൾ എന്ന് പറയാം. മെത്തേഡുകൾ, ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പലതും നമുക്ക് പറയാൻ പറ്റും. ഇപ്പം പല മെത്തേഡുകളുണ്ട്, പല ടൈപ്സുകളുണ്ട്. അതിൽപ്പെട്ട ഒരു എന്താണ് സബ് കാര്യങ്ങളാണ് ഈ മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം ദഹിച്ചിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ജനറലായിട്ടുള്ള ഒരു സാധനമാണ് സ്ട്രാറ്റജി എന്ന് പറയാ, സ്ട്രാറ്റജീസ് എന്ന് പറയാ. അതിന്റെ സബ് പാർട്ടുകളാണ് മെത്തേഡുകൾ എന്ന് പറയാം. മെത്തേഡുകൾ എന്ന് പറയാം. അപ്പൊ അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യരുത്, കോൺട്രഡിക്ടറി ആകരുത്, മാറിപ്പോകരുത്. സംജാ? സംജാ? ഓക്കെ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡിസ്കസ് അബൌട്ട് വാട്ട് യു മീൻ ബൈ ദ തുർക്ക് തദ്രീസ്. ടീച്ചിങ് മെത്തേഡ് എന്താണെന്ന് പറയാം. വെറുതെ എന്തിനാ അറബി നോക്കണം അല്ലെ? നമുക്ക് ആദ്യം മലയാളം പഠിക്കാം, നമ്മളൊക്കെ മലയാളികളല്ലേ. ഓക്കെ, അപ്പം ഒരു അധ്യാപകൻ തന്റെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മാർഗങ്ങളാണ് തുർക്ക് തദ്രീസ് എന്ന് പറയാം. ഒരു അധ്യാപകൻ തന്റെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മാർഗങ്ങളാണ് ടീച്ചിങ് മെത്തേഡുകൾ അഥവാ തുർക്ക് തദ്രീസ് എന്ന് പറയാം. മനസ്സിലായേ? അപ്പൊ അങ്ങനെയാണ് നമുക്കൊന്ന് അറിവിലേക്ക് വരാം. ഇത് മെത്തേഡുകൾ, മാർഗങ്ങളാണ്.
യതവസ്സതു അത് ഉപയോഗിക്കുന്നു, മീഡിയം ചെയ്യുന്നു, അൽ മുദരിസ് അധ്യാപകൻ, ലിൽ ഉസൂലി എത്തിച്ചേരാൻ വേണ്ടി, അഹ്ദാഫിൽ മൻഷൂദ ഉദ്ദേശിത ലക്ഷ്യങ്ങളെ. അതാണ് ഓക്കെ. അപ്പൊ നിങ്ങൾ ചായ ഒന്നും കുടിച്ചില്ല, നല്ല കുട്ടികളാ. അപ്പോ നമ്മൾ പറഞ്ഞെന്താണ്, ഒരു അധ്യാപകൻ തന്റെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മാർഗങ്ങളാണ് ടീച്ചിങ് മെത്തേഡുകൾ, വസായിൽ മാർഗങ്ങളാണ്. യതവസ്സതു ബിഹൽ മുദരിസു അധ്യാപകൻ ഉപയോഗിക്കുന്നു, ലിൽ ഉസൂലി ഇലാ എത്തിച്ചേരാൻ വേണ്ടി, അഹ്ദാഫുൽ മൻഷൂദ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ. നമ്മൾ പഠിച്ചു. അയ്യമിമ്മ ലാ യഅ്തബിറു മിനൽ മിഅ്യാർ അൽ മുനാസിബ ലിഖ്തിയാരി തുരീഖത്ത് തദ്രീസ്. ഒരു ടീച്ചിങ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മിഅ്യാറുൽ മുനാസിബ, അത് മിഅ്യാറുകൾ എന്ന് വെച്ചാൽ അളവുകോലുകൾ എന്ന് പറയും. അളവുകോൽ എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് എലമെന്റുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൽ പെടാത്തത്, അതായത് ഒരു അധ്യാപകൻ ഒരു ടീച്ചിങ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടാത്ത ഏതാണ് എന്നുള്ളതാണ്. സുഹൂലത്തുൽ ഇസ്തിഖ്ദാമിഹ ഫി ജമീഇ ളുറൂഫ്. റഹ്മത്ത് ടീച്ചറെ ഒന്ന് വോയിസ് ഓഫ് ആക്കണേ, അല്ലെങ്കിൽ റിമൂവ് ആക്കേണ്ടി വരുവേ. സുഹൂലത്തുൻ ഇസ്തിഖ്ദാമഹൽ ഫി ജമീഇ ളുറൂഫ്, എല്ലാ സമയത്തും ഉപയോഗിക്കപ്പെടേണ്ടതാണ്. മിറാഅതിഹ മബദഅ തകാമുൽ ഖുബറാത്തുൽ തഅലീമിയ, ടീച്ചിങ് എക്സ്പീരിയൻസുകൾ പൂർത്തിയാക്കുക എന്നതിനെ പരിഗണിക്കലാണ്. ഖാബിലിയതുഹാ ലിതഅദീലി തബഅൻ ലിൽമുതഗയ്യിറാത്തി അല്ലതി ഖദ തതറ, അതായത് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്മെന്റുകളെയൊക്കെ എന്തേലാണ് പകരമാക്കാൻ പറ്റുന്നതാണ്. മുംകിനതൻ വകാബിലതൻ ലിതൻഫീദി ഫീ ഹുദൂദി സമാനിൽ മുഅ്തിലഹ, മുംകിനതൻ സാധ്യമാകലാണ്. വഖാബിലത്തുൽ തൻഫീദ്, തൻഫീദ് എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമാകലാണ്. ഫി ഹുദൂദി സമനിൽ മുഅ്തിലഹ, അതിന്റെ എന്താണ് ഹുദൂദി സമനി, കാലാനുസൃതമായി കൊണ്ട് മുഅ്തിലഹ അത് എത്തിക്കപ്പെടുന്ന. അപ്പൊ ഒരു ടീച്ചിങ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് സംഭവം ചെയ്യാൻ പറ്റൂല. എപ്പോഴും നമുക്കൊരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റൂല. ഉദാഹരണത്തിന് ഈ പ്രൊജക്ട് മെത്തേഡ് ഉപയോഗിച്ച് ഒരാൾക്ക് വർക്ക് ചെയ്യാണ്. പ്രൊജക്ട് മെത്തേഡ് ജസ്റ്റ് ഞാൻ ചോദിക്കുകയാണ്, പ്രൊജക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ മെത്തേഡാണോ ടഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണോ? ജസ്റ്റ് ചോദിക്കട്ടെ, പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ മെത്തേഡാണോ ടഫസ്റ്റ് മെത്തേഡാണോ? ഓക്കെ, ചില ആൾക്കാർ സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ ടഫ് മെത്തേഡ് ആണെന്ന് പറയുന്നുണ്ട്. സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നവരോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ പോകണം. മുഖ്യമന്ത്രിയെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ കൗൺസിലറിനോട് ചോദിക്കണം. എന്നിട്ട് കൗൺസിലർ വഴി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവിടുത്തെ MLA PA കാണണം. എന്നിട്ട് MLA കാണണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകണം. ഇതൊരു വഴി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രിയെ കാണാം. ഇതിൽ ഏതാ എളുപ്പം, ഏതാ പാട്? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ, ഏതാണ് എളുപ്പം? ഈ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ സാധനത്തിന് കുറെ അധികം സ്റ്റെപ്പ് ഉണ്ട്. ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണെങ്കിലും ഈ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും പഠിക്കും നമുക്ക് പഠിപ്പിച്ചെടുക്കാനായിട്ട്. കാരണം ഒരുപാട് മെത്തേഡുകളുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ ബാക്കിയുള്ള ബാക്കിയുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്കതൊക്കെ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പ്രധാനപ്പെട്ട മെത്തേഡുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ മെത്തേഡ്, ത്വരീഖത്ത് തഖ്ലീദിയ, ത്വരീഖത്ത് മുബാശറ ഡയറക്റ്റ് മെത്തേഡ്, ത്വരീഖത്ത് തവാസുലിയ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ത്വരീഖത്ത് തർക്കീബിയ സ്ട്രക്ചറൽ മെത്തേഡ്, ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ ഔൽ ഇസ്തിഖറാഇയ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഖിയാസിയ ഇസ്തിദ്ലാലിയ ഇസ്തിൻദാജിയ ഡിഡക്റ്റീവ് മെത്തേഡ്, മഷ്റൂ പ്രൊജക്റ്റീവ് മെത്തേഡ്, ത്വരീഖത്തുൽ മുഹാദറ ലെക്ചർ മെത്തേഡ്, തഫാഉലിയ ഇന്ററാക്റ്റീവ് മെത്തേഡ്, ഇന്തിഖാഇയ സെലക്റ്റീവ് മെത്തേഡ്, കുത്തുബുൽ മുഖററ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്, ഇഖ്തിറാ ഇൻവെന്ററി മെത്തേഡ്, ഹിവാർ കോൺവെർസേഷൻ, ത്വരീഖത്തുൽ ഖിസ്സ സ്റ്റോറി മെത്തേഡ്, ത്വരീഖത്തുൽ മുനാഖഷ ഡിസ്കഷൻ മെത്തേഡ്, ത്വരീഖത്തുൽ ഹല്ലുൽ മുഷ്കല പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ഖുത്തത്ത് ഡാറ്റൻ പ്ലാന്,
തുരീക്കത്ത് മോണ്ടിസോറി മെത്തേഡ്, തുരീക്കത്ത് ലിഹിമായ സജസ്റ്റോപീഡിയ. അതുപോലെ ബ്രെയിൻ സ്ട്രോമിംഗ് ഉണ്ട്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, മൈക്രോ ടീച്ചിങ് ഉണ്ട്. നമുക്ക് ഇത്രയും കുറെ സാധനങ്ങൾ ഉണ്ട്, മെത്തേഡുകളായിട്ടുണ്ട്. പക്ഷേ PSC സിലബസിലുള്ളത് ഒരു 4-5 മെത്തേഡുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 4-5 മെത്തേഡുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4-5 മെത്തേഡുകൾ മാത്രമല്ല പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അവർക്ക് എന്തും എവിടെ നിന്നും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് പരീക്ഷ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറ്റാവുന്ന കുറച്ച് മെത്തേഡുകൾ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ഞാൻ പോവോളെ, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ഈ പണി നിർത്തും. നിങ്ങൾ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് നമുക്ക് തുരിഞ്ഞെന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റൂല. ചിലപ്പോ വലിയൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ, എനിക്കൊന്നത് കനയില്ലാത്തതാണ്, ഞാൻ ഒരു കാറ്റടിച്ച് ഞാൻ എന്ത് ചെയ്യും, മറിഞ്ഞ് വെള്ളത്തിൽ വീഴും. അങ്ങനെയാണ്, എൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ കൂടെ വേണം, ഒരാൾ കൂടി വേണം. ഒന്നല്ല, ഇപ്പൊ കുറെ ആൾക്കാരോട് എല്ലാരും വേണം. മീസത്തി തുർക്ക് തദ്രീസുൽ ഖദീമ, ടീച്ചിങ് മെത്തേഡിന്റെ പരമ്പരാഗതമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡിന്റെ പ്രത്യേകതയിൽപ്പെട്ടത് തർക്കിസു അല ദാരിസി, വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. തഅ്തമിദുൻ അലൽ അജ്ഹിസത്തി തക്നിയാത്തുൽ ഹദീസ, മോഡേൺ ടെക്നോളജിയെ അതിന്റെ ഉപകരണങ്ങളൊക്കെ അത് അവലംബിക്കുന്നുണ്ട്. ലാ തുറക്കിസു അല തഫാഉൽ ബൈനൽ മുദർരിസി വത്വാലിബി, അധ്യാപക വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ അത് പ്രധാനവൽക്കരിക്കുന്നില്ല. തുറഇൽ ഫുറൂഖിൽ ഫർദിയ, അത് വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തി വ്യത്യാസങ്ങളെ പരിഗണിക്കുന്നു. ഓക്കെ, ലാ തുറക്കിസു അല തഫാഉൽ ബൈനൽ മുദർരിസി വത്വാലിബി, അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ തമ്മിൽ അതിന് ഒരു ബന്ധമില്ല. കാര്യം എന്താ? ഓടിക്കളിക്കട കൊച്ചിരാമ, ചാടിക്കളിക്കട കൊച്ചിരാമ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ചാടിയും ഓടിയും കളിക്കണം. ഇല്ലെന്തേ വടി കൊണ്ട് ഇടി കിട്ടും. വടി കൊണ്ട് ഇടിയല്ലല്ലോ കിട്ടണേ, വടി കൊണ്ട് അടിയല്ലേ കിട്ടണേ, സോറി. കൈ കൊണ്ട് ഇടിയും കിട്ടും, വടി കൊണ്ട് അടിയും കിട്ടും. എല്ലാം ഈ ഡാഡ വന്നിട്ടെ സജാവ് കൂടി തെറ്റിപ്പോണതാണ്, ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ബാക്കി പറഞ്ഞ സാധനങ്ങളൊക്കെ എന്തിന്റെ പെട്ടതാണ്? അതെല്ലാം മീസാത്തുൽ തുർക്ക് തദ്രീസിൽ ഹദീസ. അപ്പൊ നമ്മള് തുർക്ക് തദ്രീസിൽ ഹദീസയും പഠിച്ചു, ഖദീമയും പഠിച്ചു. ഹദീസ എന്ന് പറയുമ്പം തുറക്കിസൽ ദാരിസി, വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. അതോടൊപ്പം തന്നെ മോഡേൺ ടെക്നോളജി ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ വ്യക്തി വ്യത്യാസങ്ങളെ പരിഗണിക്കുന്നു. എന്നാൽ ഒരു ഓൾഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആണെങ്കിൽ അതെന്താണ്? അധ്യാപക വിദ്യാർത്ഥി തമ്മിലുള്ള ഒരു ബന്ധങ്ങളെയും പരിഗണിക്കുകയേ ചെയ്യുന്നില്ല. ഇനി ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇഖ്തറൽ അസിഫു മിന തസ്രീഹാത്തുൽ ആതിയ, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കണം. മിനൽ മുമയ്യിസാത്തി തുരീഖത്തുൽ ഇസ്തിഖറാഇയ, എന്താണെന്നൊക്കെ പറയാം. ഡോണ്ട് വെറി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നോക്കാം, നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് ഇവിടെ നമ്മൾ ആദ്യം ഉദാഹരണം പറയണം, എന്ത് ചെയ്യണം, പിന്നീട് ആ ഉദാഹരണത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നിയമത്തിലേക്ക് എത്തണം. ഉത്തരത്തിലേക്ക് വരാം, ഡോണ്ട് വെറി. ഇപ്പൊ ഇൻഡക്റ്റീവ് മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്വരീഖത്തുൽ ഇസ്തിഖറാഇയ എന്നുള്ളത്. നമുക്കിത് കിട്ടണം അല്ലെ, ഇസ്തിഖറാത്തിയ അല്ലെങ്കിൽ ഇസ്തിംബാത്തിയ എന്ന് കേട്ട ഇൻഡക്റ്റീവ് മെത്തേഡിൽ കിട്ടണം. നമ്മള് ബാത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഹീറ്റ് ചെയ്യാറുണ്ടല്ലോ, നമ്മൾ ചൂടാക്കാറില്ല, വെള്ളം ചൂടാക്കാറില്ലേ? അത് എന്തുപയോഗിച്ചിട്ടാ ചൂടാക്കാറുള്ളത്? ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചിട്ടില്ല അല്ലെ? ഒരാൾ ആഗ്രഹിക്കാണ്, അവനിക്ക് കുളിക്കണം, പെട്ടെന്ന് അവന്റെ വീട്ടിൽ എന്തില്ല, ഹീറ്ററോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് ചൂടാക്കും. അപ്പം ബാത്ത് ഇൻഡക്റ്റീവ്. ഓക്കെ, ഇൻഡക്റ്റീവ് മെത്തേഡ് ബാത്തിയ ഔക്രായിയ. ഓക്കെ, ഈ നമുക്കറിയാലോ, ഈ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചൊല്ലാണ്, തിരുവനന്തപുരത്തുകാർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. കണ്ണ് കുറുവിയിരിക്കണം എന്ന് പറയും. അതായത് കണ്ണൊരുമാതിരി ഇരിക്കുന്ന സമയത്താണ്, ഉറക്കമൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കണം.
അപ്പോ ഈ ചൂടുവെള്ളം നനയ്ക്കുമ്പോ എന്ത് പറ്റുമെന്ന് അറിയാം? ചൂടുവെള്ളം നനയ്ക്കുമ്പോ അവനൊന്ന് ഉഷാറാം. അപ്പൊ കുറുവിയിരിക്കണ, കുറുവി എന്ന് വെച്ചാൽ എന്താണ്? ഈ ഇസ്തിക്കറ, അപ്പൊ കുറുവിയിരിക്കണ കണ്ണിന് എന്ത് ചെയ്യും? വെള്ളം കോഴി ഒഴിക്കും. അപ്പൊ എന്താ? കുറച്ച് ചൂടും കൂടി ഉണ്ടാവും. അപ്പം ബാത്ത് ചെയ്യുമ്പോ എന്ത് ചെയ്യും? സെറ്റാം. അപ്പം ഖിറാഉം ഒക്കെ കിട്ടണം കേട്ടോ. ഇൻഡക്റ്റ്, ബാത്ത്, ഇസ്തിക്കറായ, തെറ്റിപ്പോകരുത്. അപ്പോ ഇത് ആദ്യമായി കണ്ടെത്തുന്നത് യോഹന ഫെഡറിക് ഹെർബാർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? യോഹന ഫെഡറിക് ഹെർബാർട്ട് ആണ് ആദ്യമായിട്ട് ഇൻഡക്റ്റീവ് മെത്തേഡ് കണ്ടെത്തുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഡക്റ്റീവ് മെത്തേഡിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കുറുവിരിക്കുന്ന കണ്ണിനെ നമ്മൾ എന്താ ചെയ്യണം? വെള്ളം ഒഴിപ്പിച്ച് നേരെയാക്കി എടുക്കണം എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഒന്ന് കുറുവിരിക്കുമ്പോ, അതായത് നമ്മളിപ്പം എന്താണ് നല്ല ഉറക്കഭ്രാന്തി ഇരിക്കുമ്പോ വല്ല നമുക്ക് പറഞ്ഞ പോലെ മനസ്സിലാവും, നമുക്കൊന്നും ഉണ്ടാവൂല. അവിടെ നിന്ന് എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഉഷാറാക്കി എടുക്കണം. വെള്ളം കോഴി ഒഴിപ്പിച്ച് ഉഷാറാക്കി എടുക്കണം. അതാണ് പറഞ്ഞത് മിനൽ ജുസ് ഇലൽ കുല്ല്. എന്താണ്? ആദ്യം കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തണം. അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പഠിപ്പിച്ച് പുതിയ കാര്യങ്ങളിലേക്ക് എത്തണം. അല്ലെങ്കിൽ എന്താണ്? പ്രധാനമായ കാര്യം നിന്നും പൊതുവായ ഒരു തത്വങ്ങളിലേക്ക് എത്തണം. അല്ലെങ്കിൽ ആദ്യം ഉദാഹരണം പറഞ്ഞുകൊണ്ട് പിന്നെ നിയമത്തിലേക്ക് എത്തണം. മനസ്സിലായോ? ക്ലിയറായോ? അതായത് ആദ്യം നമ്മൾ ഉദാഹരണം പഠിപ്പിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? പൊതുവായ ഒരു തത്വത്തിലേക്ക് എത്തണം. എന്നിട്ട് കുട്ടിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് കുട്ടിക്ക് അറിയാത്ത പുതിയ കാര്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഉദാഹരണം പറയുമ്പോ, ഇപ്പോ ഉദാഹരണത്തിന് നമുക്കത് പിന്നീട് പറയാം. ഇപ്പോ ഓൾ മെൻ ആർ മോർട്ടൽ. ആദ്യം നിയമല്ലേ? അല്ല, സോറി. നീ ഒരു മനുഷ്യനാണ്. മനുഷ്യന്മാര് മരിക്കും. ഓക്കെ, നീ ഒരു മനുഷ്യനാണ്, മനുഷ്യന്മാര് മരിക്കും, അതുകൊണ്ട് നീയും മരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞു, നീ ഒരു മനുഷ്യനാണ്, മനുഷ്യന്മാര് സാധാരണ മരിക്കാറുണ്ട്, അതുകൊണ്ട് നീയും മരിക്കും എന്ന് പറയണം. അപ്പൊ മനുഷ്യന്മാര് മരിക്കും എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാണ്. ഇതാണ് സംഭവം. അടുത്തത് ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? കുറച്ചെടുക്കാന്ന്. ഡിഡക്ഷൻ എന്ന് വെച്ചാൽ കുറച്ചെടുക്കുക. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ ഫസ്റ്റ് ചോദിക്കുന്ന പരിപാടി എന്താ? അല്ലെങ്കിൽ ഏത് കടയിൽ പോയാൽ എത്ര രൂപയ്ക്കാ? MRP 10 രൂപ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചോദിക്കും 9 രൂപയ്ക്ക് കാക്കാൻ സ്ഥാനം തരുമെന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പൊ ഡിഡക്ഷൻ മറക്കരുത്, കുറയ്ക്കാന്ന് അർത്ഥത്തിലാണ്. അപ്പം ഇവിടെ എന്താ ചെയ്യാ? കായികയിൽ നിന്നും പൊതുവെ ഉള്ള ഒരു സാധനത്തിന് 10 രൂപ ഉള്ളൂ, ആ 10 രൂപയ്ക്ക് എന്താക്കണം? 9 രൂപയ്ക്ക് കൊണ്ടെത്തണം. അതാണ് മിന്നൽ അംശം. ഉദാഹരണത്തിലേക്ക് വരാം. അല്ലെങ്കിൽ പുതിയ നിന്നും പഴയതിലേക്ക് വരിക, അല്ലെങ്കിൽ പൊതുവായി നിന്നും എന്താണ് മിനൽ ആമി ഇലൽ ഖാസ് എന്നും പറയാം. ഇവിടെ ആദ്യം തന്നെ നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്നിട്ട് ഉദാഹരണത്തിലേക്ക് എത്താണ്. ഇപ്പൊ ഒരു പ്രിമേസ് നോക്കാം. ഓൾ മെൻ ആർ മോർട്ടൽ. എല്ലാ മനുഷ്യന്മാരും മരിക്കും. എന്നിട്ട് പ്രിമേസ് 2 പറയാണ്, സോക്രട്ടീസ് എ മാൻ. സോക്രട്ടീസ് എന്താണ്? ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസ് മരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിന് ഒരിക്കലും മറക്കരുത്. ഇസ്തിക്കറായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നും ഇസ്തിദ്ലാലിയ എന്ന് വെച്ചാൽ എന്താണെന്നും. അപ്പൊ ഇസ്തിക്കറായ എന്ന് വെച്ചാൽ ഇൻഡക്റ്റ് ആണ്. അതിന്റെ മറ്റൊരു പേര് ഇസ്തിംബാത്തിയ എന്നുള്ളതാണ്. ഇസ്തിദ്ലാലിയക്ക് 3 പേരുകളുണ്ട്. ഇസ്തിദ്ലാലിയ, ഖിയാസിയ, ഇസ്തിന്താജിയ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഖവാഇദ് വ തർജുമ, ട്രാൻസ്ലേഷൻ മെത്തേഡ്. ട്രാൻസ്ലേഷൻ മെത്തേഡിന് നമ്മൾ മറ്റു പേരിൽ പറയാം. ക്ലാസിക്കൽ മെത്തേഡ് എന്ന് പറയാറുണ്ട്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാറുണ്ട്, എന്താണ് ഓൾഡ് മെത്തേഡ് എന്ന് പറയാറുണ്ട്, അതുപോലെ തക്ലീദിയ, ത്വരീഖത്ത് തക്ലീദി, അങ്ങനെ പല പല പേരുകളിലാണ് ട്രാൻസ്ലേഷൻ മെത്തേഡ് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ഇനി ഇതെവിടെ സ്റ്റാർട്ട് ചെയ്തു? ലൊഹറത്ത് ബി അൽമാനിയ. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. നമുക്ക് അസീഷ്യലി നമ്മുടെ മനസ്സിൽ എവിടെ വരണം? ഒറിജിൻ ഫ്രം ജർമ്മനി, അൽമാനിയ. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും എക്സാമിന് ചോദിക്കാനുള്ള മറ്റൊരു ലഫ്ള് ഉണ്ട്, മൻ ഹുവ അഖ്ദമു ത്വരീഖത്ത് തഅലീമിൽ ലുഗത്തി സാനിയ. ഓക്കെ, ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള, ഏറ്റവും പഴമയാർന്നിട്ടുള്ള എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി ഏറ്റവും പഴയ ഒരു മെത്തേഡാണ് എന്ത്? ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം വരെയും അത് നമുക്ക് എന്നും പുതിയ മെത്തേഡായിരിക്കും. അല്ലെ ടീച്ചേഴ്സെ? നമ്മളിപ്പോഴും ട്രാൻസ്ലേഷൻ മെത്തേഡല്ലേ?
നമ്മൾ മാറ്റൂല. ഇനി എ വന്നു കഴിഞ്ഞാലും ഇനി എയുടെ വേറൊരു ലെവല് സാധനം വന്നു കഴിഞ്ഞാലും നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാന ആയിരുന്നു അല്ലെ, അതിനപ്പുറം വേറെ ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കൂല. അപ്പൊ ഖവാഇദ്, നമ്മൾ ആദ്യം ഗ്രാമറിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നു. വശറഹിഹ, അതിനെ വിശദീകരിക്കുന്നു. ബിവിസാത്തത്തിൽ ലുഗത്തിൽ ഉമ്മ, എന്താണ് മാതൃഭാഷയിലൂടെ. ബിഹദ്ദിൻ അക്ബർ, എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, മാതൃഭാഷയിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാമർ പഠിപ്പിക്കുക, അതിന്റെ നിയമങ്ങൾ വിശദീകരിക്കുക ചെയ്യാം. അപ്പൊ അതായത് അറബി വായിക്കുകയും മാതൃഭാഷയിൽ അത് വിശദീകരിക്കുകയും ചെയ്യുന്ന രീതി. ഇത് ആദ്യം ആര് ഇൻട്രൊഡ്യൂഷൻ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം പറഞ്ഞത്. ഇപ്പൊ നിങ്ങളെ കഴിഞ്ഞ പരീക്ഷ വരെയൊക്കെ നമുക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇതൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള. ഇപ്പം ഒരു PSC പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ആരാണ് ഫാദർ ഓഫ് ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ കിടന്ന് തല്ലുകൂടരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ആരാണ് കൊണ്ടുവന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ രണ്ടുപേരെയും നമ്മളെ കരിഞ്ഞ ത്വരിക്കത്തിൽ മഷ്റൂറിൽ പറ്റിയ നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുപോലെയൊക്കെ ക്യാൻസൽ ആയി പോവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത്. എനിവേ, അമേരിക്കൻ CS എന്ന് പറയുന്ന ഡെവലപ്പ് ഒരു എന്താണ് ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് 1845 മുതൽ ഇത് ഇൻട്രൊഡ്യൂഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ ലാറ്റിൻ എഡ്യൂക്കേഷൻ ലാംഗ്വേജ് ആയി വന്നതിന് ശേഷം യൂറോപ്യൻ ലാംഗ്വേജസ് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഫാദർ ഓഫ് ട്രാൻസ്ലേഷൻ മെത്തേഡ് ആരാണെന്ന് പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മെയ്ഡിംഗർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫാദർ ഓഫ് ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അപ്പൊ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂഷൻ ചെയ്തത് അമേരിക്കൻ സീസേഴ്സും അത് ഡെവലപ്പ് ചെയ്യുന്നത് മെയ്ഡിംഗറുമാണ്. ഓക്കെ, ഇനി ബാങ്കുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറയാണ്. ഞാൻ ഇരിക്കുന്ന പ്രദേശത്ത് ബാങ്ക് കേൾക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? അതൊന്നുകൂടി പറ സാറേ, ഫാദർ ഓഫ് ഗ്രാമർ ട്രാൻസ്ലേഷൻ. അതായത് ഇത് ആദ്യമായിട്ട് ഗ്രാമർ ആൻഡ് ട്രാൻസ്ലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കൻ സീസേഴ്സ് ആണ്. സിയേഴ്സ് എന്ന് പറയുന്ന 1845 മുതലാണ് ലോകത്ത് ഇൻട്രൊഡക്ഷൻ നടക്കുന്നത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. പക്ഷേ അതൊരു മെത്തേഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് മെയ്ഡിംഗർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ. നമ്മളിവിടെ വേറൊരു കാര്യമുണ്ട്. അതിപ്പോ പറഞ്ഞ കലാപം നടക്കുന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല, വേറെ സംഭവത്തിലേക്ക് വരാം. ഉസ്ലൂബ് തഖ്ലീദി വൽ ഹിഫ്ദ്, നമ്മുടെ പല ഗവൺമെന്റ് പദ്ധതികളും പല ഗവൺമെന്റുകളുടെ കാലഘട്ടത്തും ഉദ്ദേശിച്ചതായിരിക്കും. പക്ഷേ പിന്നീടാണ് അത് നടപ്പാക്കപ്പെടുന്നത്. ഇപ്പം റീസെന്റ് ആയിട്ട് രാഷ്ട്രീയ കൊലാഹലം ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പം വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ ആ വിഷയങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഏത് ഗവൺമെന്റിന്റെ നമ്മുടെ വേറെ ഒന്നും വേണ്ട, നമ്മുടെ NHന്റെ വർക്ക് തന്നെ പണ്ടേതോ ഗവൺമെന്റിന്റെ കാലഘട്ട അലൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അവര് 10-50 വർഷം കൊണ്ട് അലൈൻമെന്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ മോദി സർക്കാർ നിലവിൽ വന്നപ്പോൾ അത് നടപ്പിലാക്കി. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. ഉസ്ലൂബ് തഖ്ലീദി വൽ ഹിഫ്ദ് ഇതെന്തിന്റെ മെത്തേഡിൽ പെട്ടതാണ്? അനുകരണവും മനപ്പാടമാക്കലും എന്നുള്ളത് തർജിമയാണ് കേട്ടോ, ട്രാൻസ്ലേഷൻ ആണ്, മുബാശറയല്ല. ഒരു മിനിറ്റ്, അതൊരു ഡൗട്ട്, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത്. മുബാഷറ നമുക്ക് നോക്കാം എന്തായത്. അപ്പൊ ത്വരീഖത്ത് മുബാഷറ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. തഅലീമുൽ ലുഗ, ഭാഷ പഠിപ്പിക്കലാണ്. ഫി ജൗവി ബിഇഖ്തിലാഖി ബിഅത്തിൻ മുനാസിബ, ഒരു യോജിച്ച ഒരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട്. ബിഗൈരി ഇഅ്തിമാദി ഇലാ തർജുമ, ട്രാൻസ്ലേഷനിലേക്ക് പോവാതെ ഭാഷയുടെ തന്നെ രൂപത്തിൽ പഠിപ്പിക്കലാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയാം. ഇവിടെ എന്ത് ചെയ്യണം? യുർബിത്തുൽ മുഅല്ലിമുൽ അൽഫാദ് ബിൽ അഷിയാഇ അല്ലദി യുറാദു ബിഹാ മുബാശറതൻ ബിഗൈരി വാസിതത്തിൽ മഅന. പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്നറിയോ? അതായത് ഇവിടെ അധ്യാപകൻ കണ്ടന്റിന്റെ അർത്ഥത്തെ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കരുത്. പകരം അത് കാണിച്ചു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? വിശദീകരിക്കണം. ഇർബിത്തുൽ മുഅല്ലിം, അധ്യാപകൻ കണക്ട് ചെയ്യണം അൽ അൽഫാദ് പദങ്ങള് ബിൽ അഷിയാ, കാര്യങ്ങളുമായിട്ട്. എന്താണ്? കുറെ കാര്യങ്ങൾ. അല്ലദി യുറാദു ബിഹാ മുബാശറതൻ, അവൻ ഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്ന ബിഗൈരി വാസിതൽ മഅന, ആശയ അതായത് മീനിങ് പറയാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കുട്ടിക്ക് കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
അവൻ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇതാണ് മുബാശറ എന്ന് പറയാം. അൽ ഇഹ്തിമാമു ബി മഹാറത്തുൽ കലാം, അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക എന്താണ്? മഹാറത്തുൽ കലാം, സംസാരത്തിൽ എന്ന സ്കില്ലിനെയാണ്. ബദല മിനൽ മഹാറാത്ത് അൽ ഖിറാഅ വൽ കിതാബ വ തർജുമ, ട്രാൻസ്ലേഷനേക്കാളും എഴുത്തിനേക്കാളും ഖിറാഅത്തിനേക്കാളേറെ ഡയറക്റ്റ് മെത്തേഡില് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ബി മഹാറത്തുൽ കലാം. ഇത് 2016 17 എന്തോ കേട്ടത്തിന് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഇവിടെ നമ്മൾ എന്താണ്? ഇഖ്തിലാഖ് ബിഅത്തിൻ, അല്ലെ, അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. എന്നിട്ട് അർത്ഥം പറയാതെ പഠിപ്പിക്കേണ്ട, മാതൃഭാഷയിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ലാ യസ്തഖ്ദമൽ മുഅല്ലിമു അൽ-ലുഗത്തുൽ ഉം, മാതൃഭാഷ ഉപയോഗിക്കുന്നേ ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ത്വരീഖത്ത് തവാസുലിയ, ഇത്തിസാലിയ, വലീഫിയ. ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നുള്ളതാണ്. ഒരുപക്ഷെ തവാസുലിയ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടും, അതുപോലെ ഇത്തിസാലിയ എന്ന് വെച്ചാലും കിട്ടും. പക്ഷെ വലീഫിയ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പെടും. കാര്യം എന്താ അറിയോ? നമുക്ക് വലീഫിയ എന്ന് വെച്ചാൽ ഫസ്റ്റ് കിട്ടണ പരിപാടി എന്താ അറിയോ? ഡ്യൂട്ടീസ് എന്നായിരിക്കും, അല്ലെ? ഡ്യൂട്ടി എന്നായിരിക്കും. പെട്ടെന്ന് മൈൻഡിൽ പോവാം. അപ്പൊ ചിലപ്പോ ചോദിക്കാണ് ലൈസ മിൻ തുർക്കി തദ്രീസിൽ മാറൂഫ, വലീഫത്തുൽ എന്താണ്? ത്വരീഖത്തുൽ വലീഫിയ, ത്വരീഖത്തുൽ ഇസ്തിഖറാഇയ, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ, ത്വരീഖത്തു എന്താണ്? വേറെ ഏതെങ്കിലും ത്വരീഖത്തു എന്താണ്? എന്തെങ്കിലും പേരെടുത്തെന്ന് വെച്ചോ. അപ്പൊ ഇതിന്റെ അകത്ത് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പേരെടുത്ത സാധനം ആയിരിക്കും ഇല്ലാത്തുള്ളത്. പക്ഷെ ഇവിടെ വലീഫിയ എന്നുള്ള സാധനം ഉണ്ട്. ആൾക്കാർ എന്ത് വിചാരിക്കുന്ന അറിയോ? ത്വരീഖത്തുൽ വലീഫിയ, അത് നമ്മളെ കുഴപ്പിക്കാണ്ടിട്ടതാണ്. ത്വരീഖത്തുൽ വലീഫിയല്ല, ലുഗത്തിനാണ് വലീഫത്തുള്ളത്. അതുകൊണ്ട് ഇത് എന്തല്ല, ഇതൊരു ടീച്ചിങ് മെത്തേഡിലുള്ള സാധനം അല്ല. എന്നിട്ട് എന്ത് ചെയ്യും? നേരെ പോയിട്ട് PSCക്ക് എന്ത് ചെയ്യും? ഡയറക്റ്റ് പോയി ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യും. 2 ഓപ്ഷനുകൾ തെറ്റായി വന്നു എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു മാർക്ക് അങ്ങ് കുറഞ്ഞു കിട്ടും. നോട്ടൊന്ന് വായിച്ചാൽ അവിടെ ഇത് എവിടെയെങ്കിലും കിടക്കണൊക്കെ കാണാം. അപ്പോ ഇപ്പൊ ത്വരീഖത്ത് തവാസുലിയ, ഇത്തിസാലിയ, വലീഫിയ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നുള്ളതാണ്. ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് നിലവിൽ വരുന്നത്. ഇത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഭാഷ അധ്യാപകൻ ഉപയോഗിക്കുന്നത് അദാത്തു തവാസുലി വത്തഫാഹുമി വത്തഫാവുൽ, പരസ്പരം ക്രയം വിക്രയങ്ങൾ ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. വേറൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി എന്ത് ചെയ്യുക? ഭാഷ എന്ന് പറഞ്ഞ സാധനം പരസ്പരം സംസാരിച്ച് പഠിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ. ഇനി അടുത്ത ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാനൊന്നുമില്ല, എന്റെ ജസ്റ്റ് പേര് മാത്രം പോവുക. ഇൽക്കാഇയ, മുഹാദറ, ഇഖ്ബാരിയ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? ഇത് തന്നെയാണ് ലെക്ചർ മെത്തേഡ്. ഞാൻ എന്ത് പറയുന്നു, നിങ്ങൾ അത് കേൾക്കുന്നു. ക്ലിയർ അല്ലേ? ഹലോ, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. ഞാൻ എത്ര നേരം എടുത്തു വേണേലും സംസാരിക്കാം. അടുത്തത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഓക്കെ, അടുത്തത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ. 1000 പ്രശ്നങ്ങളായിട്ട് വിദ്യാർത്ഥികൾ വരും. മലവെള്ളപ്പാച്ചില് പോലെ ആയിരിക്കും പ്രശ്നങ്ങൾ പറയാ. സാറേ എന്ന് പറഞ്ഞ് തുടങ്ങും. 2-3 മണിക്കൂർ എന്തെയും പ്രശ്നങ്ങൾ പറയും. അപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ അധ്യാപകരാകുമ്പോ ഇതൊക്കെ കേൾക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരല്ല എന്നാണ്. നിങ്ങൾ കേട്ടോണ്ടിരിക്കണം. എന്ത് ചെയ്യണം? ഒന്നും 30% കേൾക്കൂല, എന്നാലും കേട്ടതുപോലെയൊക്കെ അഭിനയിക്കണം. ആ കുട്ടിക്ക് ഒരു സമാധാനാവും. കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം? അതിന്റെ അകത്ത് നമുക്ക് മനസ്സിലായി കുറെ കോർ കണ്ടന്റ് കാണും. ആ കോർ കണ്ടന്റിനെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഓരോന്ന് അനലൈസ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കണം. ഇവിടുത്തെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ അതല്ല. വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം, ഇപ്പൊ പഠനത്തിൽ ഒരു പ്രശ്നം കണ്ടെത്താണ്. ആ കണ്ടെത്തുന്ന പ്രശ്നത്തിന് എന്ത് ചെയ്യണം? അതിനെ ഒരു സ്റ്റെപ്പ് ആക്കി നമ്മൾ ആദ്യം മാറ്റണം. പെട്ടെന്നൊന്നും എടുത്ത് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ്, വാർഷിക പരീക്ഷയിൽ ഒരു കുട്ടിക്ക് എന്താണ്, അറബി പരീക്ഷയിൽ കാന വഖവാത്ത് എഴുതുന്ന സമയത്ത് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുക, ദയവ് ചെയ്ത് മൈക്ക് മ്യൂട്ട് ചെയ്യുക. കാരണം ഇത്രയും കൂടുതൽ ആൾക്കാരുള്ളതാണ്. ഇങ്ങനെ പറയേണ്ടി വരുന്നത് വളരെ അരോചകമാണ്. അപ്പോ ഞാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ വരികയാണ്. അപ്പോ എന്താണ്, ഇങ്ങനെ മാർക്ക് കുറഞ്ഞു വരുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ കുട്ടി ഒന്നും കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ പല മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉയർത്തി കൊണ്ടുവരാൻ പറ്റുക.
ഇപ്പൊ അൽ ഇജ്റാഅത്തുല്ലദി യഖൂമു ബിഹൽ മുതഅല്ലിം, വിദ്യാർത്ഥികൾ, ഇജ്റാഅത്ത് പ്രവർത്തനങ്ങളാണ്, അല്ലദി യഖൂമു ബിഹൽ മുതഅല്ലിമു വിദ്യാർത്ഥികൾ നടത്തുന്ന, ഇന്ദ മുവാജിഹതിഹി ലിമൗഖിഫി മുഷ്കിലി തഗല്ലുബി അലാ സുഉബാത്ത്, ഇന്ദ മുവാജിഹതിഹി നേരിടുന്ന സമയത്ത്, ലിമൗഖിഫി മുഷ്കിലിൻ ഒരു എന്താണ് ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത്, ലിതഗല്ലുബ അലാ സുഉബാത്ത് അല്ലദി തഹൂലു ദൂന തവസ്സുൽ ഇലൽ ഹല്ല്, ചില സമയത്ത് ചില പ്രതിസന്ധികള് എന്ത് ചെയ്യാൻ പറ്റൂല, ഹല്ലിലേക്ക് എത്തിച്ചേരാൻ പറ്റൂല എന്നിരിക്കുന്ന സമയത്ത് അധ്യാപകൻ ഉപയോഗിക്കേണ്ട മെത്തേഡാണ് ത്വരീഖത്തുൽ ഹല്ലുൽ മുഷ്കിലാത്ത് എന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പകുതിയോളം മനസ്സിലായിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അതായത് ഒരു പ്രതിസന്ധി അധ്യാപകൻ കാണുകയാണ്. ആ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, പെട്ടെന്ന് അധ്യാപകൻ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം, സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മള് ചെയ്യണം. ഇതാണ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഒരാൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിച്ചാടി നടക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം എണീറ്റ് നിൽക്കണം, കുറെ വട്ടം അന്തസ്സായിട്ട് വീഴണം, എല്ലാവരുടെയും കളിയാക്കല് കേൾക്കണം, എന്നിട്ട് എന്താണ് നടന്നു തുടങ്ങണം, പതിയെ പതിയെ ഓടി തുടങ്ങും. ഇതുപോലെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്താണ് ഷുഊർ ബിൽ മുഷ്കില അല്ല ഇഹ്സാസ് ബിൽ മുഷ്കില, ആദ്യം എന്താണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് തഹദീദുൽ മുഷ്കില, പ്രോബ്ലത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് ജമഉൽ ബയാനാത്ത്, നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള സോഴ്സുകൾ, ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള സോഴ്സുകൾ നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാല്, അതായത് സബ് റിസൾട്ട് ഓഫ് എനി റിസർച്ച് പ്രോബ്ലം ഇസ് കോൾഡ് ആസ് ഹൈപ്പോത്തിസിസ്. അതായത് നമ്മുടെ സബ് റിസൾട്ട്സ് ഓഫ് എനി റിസർച്ച് പ്രോബ്ലം ഇസ് കോൾഡ് ആസ് ഹൈപ്പോത്തിസിസ്. അതായത് നമ്മൾ ഈ ഒരു റിസർച്ച് കൊണ്ട് നമ്മൾ കിട്ടേണ്ട റിസൾട്ട് ഇല്ലേ, അതാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഉദാഹരണത്തിന്, ഞാൻ ഈ ക്ലാസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യം എന്താ, പിള്ളേർക്ക് PSC കിട്ടണമെന്നുള്ളതല്ലേ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് PSC കിട്ടും. ഇതാണ് ഹൈപ്പോത്തിസിസ്. പോസിബിൾ സൊല്യൂഷൻ എന്നല്ല, ഹൈപ്പോത്തിസിസ് എന്ന് തന്നെയാണ് കറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്തത് തഖീമുൽ ഹല്ല്. നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോന്നിനെയും ഇവാലുവേറ്റ് ചെയ്യണം. അവസാനം എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ കുറെ സമയം എടുത്തതിന് നമ്മൾ എന്ത് ചെയ്യണം, അവസാനം പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം. ഏകദേശം 1, 2, 3, 4, 5, 6 സ്റ്റെപ്പുകളുണ്ട്. പല ടെക്സ്റ്റ് ബുക്കിലും പല രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. 6ഉം ഒരുമിച്ച് ഒരു ടെക്സ്റ്റിലും കൊടുത്തിട്ടില്ല, നിങ്ങൾ കാണാനും പറ്റൂല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കാണ്. ഓക്കെ അല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് തംസപ്പ് ചെയ്യണേ, ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ. ശുക്രൻ. അപ്പൊ അടുത്ത് നമ്മൾ പ്രൊജക്റ്റ് മെത്തേഡ് എന്താണെന്നാണ് നോക്കുന്നത്. പ്രൊജക്റ്റ് മെത്തേഡ് അത് കിൽപാട്രിക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊജക്റ്റ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? കിൽപാട്രിക് ആണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് ജോൺ ഡുവിയുടെ പ്രാഗ്മാറ്റിസം എന്ന ഒരു മദ്ഹബിന്റെ ബേസിലാണ്. ഈ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിച്ച് ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ കുട്ടിക്ക് നോളജ് കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് പ്രാഗ്മാറ്റിസക്കാർ. അത് ഡെവലപ്പ് ചെയ്യുന്നത് അമേരിക്കൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്ന ജോൺ ഡുവിയാണ്. അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ ഫിലോസഫറാണ്. നമ്മളൊക്കെ BEd പഠിച്ചിട്ടുള്ളതാണ് ജോൺ ഡുവിയെ പറ്റി. അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സാധനമാണ് പ്രാഗ്മാറ്റിസം. എന്താണ്? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയും പ്രാഗ്മാറ്റിസം. അതിന്റെ ബേസിൽ ഇദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആയിരുന്ന കിൽപാട്രിക് ആണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് പ്രാഗ്മാറ്റിസം എന്ന പേരിൽ. ക്ലിയർ ആണോ? ഇത് പല ടെക്സ്റ്റ് ബുക്കില് പല രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. മിക്ക ടെക്സ്റ്റ് ബുക്കിലും ജോൺ ഡുവി എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പഠിക്കാം, പക്ഷെ PSCക്ക് ഇഷ്ടം കിൽപാട്രിക് ആണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ജോൺ ഡുവി ഉണ്ടെങ്കിൽ, കിൽപാട്രിക്കും ജോൺ ഡുവി ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കിൽപാട്രിക് ആണ് ആൻസർ. ഇനി കിൽപാട്രിക് ഇല്ലെങ്കിൽ ജോൺ ഡുവി ആയിരിക്കും ആൻസർ. ഇതും ടീച്ചിങ്, നമ്മുടെ ഭാഷ പഠനത്തിനാണ് ഉപയോഗിക്കാൻ വളരെ കുറവാണ്. ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രോജക്റ്റ് എന്ത് ചെയ്യണം, ഒരു പ്ലാൻ തയ്യാറാക്കണം. ഒരു പ്ലാൻ തയ്യാറാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജംഉൽ മഅലൂമാത്ത്, അതിൻ്റെ അകത്തുള്ള നോളജുകളെ നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യണം.
എന്നിട്ട് ഒരു ഇഅദാദ് തഖ്രീർ, എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നിട്ട് ആ റിപ്പോർട്ടിനെ നമ്മൾ എക്സിക്യൂട്ടീവ് ചെയ്യണം. അതിനുശേഷം ഇവാലുവേറ്റ് ചെയ്യണം. ഏകദേശം 7ഓളം സ്റ്റെപ്പിലൂടെയാണ് ഒരു, ഒന്നും കൂടി ഞാൻ പറയാം. ആദ്യം നമ്മൾ ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കണം, ഒരു വിഷയം തിരഞ്ഞെടുക്കുക. ഇപ്പൊ കേരളത്തിലെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക്, നമുക്കറിയാലോ ചൂരൽമല മുണ്ടക്കൈക്ക്, അപ്പം അതിനുശേഷം കുട്ടികളിലുണ്ടായ പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കലാണ് നമ്മുടെ പ്രൊജക്ട്. ഇപ്പൊ ഇഖ്തിയാറുൽ മശ്റൂ ഒരു പ്രൊജക്ട് നമ്മൾ തിരഞ്ഞെടുത്തു. അതിനുശേഷം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം. എങ്ങനെയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ പോയിട്ടുള്ള കുറച്ച് കുട്ടികളെ സാമ്പിളാക്കി തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ജംഉൽ മാലൂമാത്ത് കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കളക്ട് ചെയ്യാണ്. എന്നിട്ട് തഹ്ലീൽ അനലൈസ് ചെയ്യാണ്. നമ്മുടെ എന്താണ് ഒരു ക്ലാസിഫിക്കേഷൻ സ്റ്റഡിയാണ്. അതായത് ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്നുള്ളതാണ്. അതായത് ഉരുൾപൊട്ടലിന് ശേഷം ഉരുൾപൊട്ടലിന് മുമ്പുള്ള അവസ്ഥയാണ്. അപ്പൊ അത് അനലൈസ് ചെയ്യാണ്. എന്നിട്ടൊരു റിപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിനെ റിപ്പോർട്ടിനെ നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് എക്സിക്യൂട്ടീവ് ചെയ്യുകയും, അതായത് ആ റിപ്പോർട്ടിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും നമ്മുടെ പ്രോജക്റ്റിലുള്ള ഇവാലുവേഷൻ, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റിന്റെ എത്രത്തോളം കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇതൊരു പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സാധനമല്ല എന്ന് എനിക്കറിയാം, വേറെ വഴിയില്ല. പിന്നെ BEd പഠിച്ചവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി പോകും. പ്രിലിമിനറി പോലും കഴിഞ്ഞ പിള്ളേരിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഓക്കെ, അടുത്തത് ഇന്ററാക്റ്റീവ് മെത്തേഡാണ്. ഇന്ററാക്റ്റീവ് മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് ആ മുഅസ്സിസിന്റെ പേര് മാത്രം പഠിക്കുക. BO സ്മിത്ത്. ഇന്ററാക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, തഫാഉൽ ബൈന തുല്ലാബ് വൽ മുഅല്ലിം, അധ്യാപകനും വിദ്യാർത്ഥികൾക്കും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു തഫാഉലിയത്താണ് ഇന്ററാക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. ഇനി സെലക്റ്റീവ് മെത്തേഡ്. സെലക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കുക. ഇന്തിക്കായ വാക്ക് പഠിച്ചാൽ മതി. അതായത് ഒരു അധ്യാപകന് അവന് ഇഷ്ടമുള്ള മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ് റൂമിൽ തിരഞ്ഞെടുക്കാൻ പറ്റും എന്ന് അവകാശപ്പെടുന്നതാണ് ഇന്തിക്കായ എന്ന് പറയാം. ക്ലിയർ ആണോ? അത് വേറെ ഒന്നും പറയാൻ പറ്റൂല, വേറെ ഒന്നുമില്ല. അധ്യാപകൻ എന്ത് ചെയ്യാം, ഏത് മെത്തേഡ് വേണം സ്വയം തിരഞ്ഞെടുക്കാം എന്ന് പറയുന്ന സെലക്റ്റീവ് മെത്തേഡ്. സജസ്റ്റോപീഡിയ എന്ന് പറയുന്നത് ജോർജ് ലാസിനോവ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ടുവന്നൊരു സാധനമാണ് ഹിമായ സജസ്റ്റോപീഡിയ എന്നുള്ളത്. അത് മാത്രം നിങ്ങൾ തൽക്കാലത്തിൽ പഠിച്ചെന്നാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. പേര് മാത്രം പഠിച്ച സജസ്റ്റോപീഡിയയുടെ ഓതർ ആരാണ്? ജോർജ് ലാസിനോവ് ആണ്. അതുപോലെ ഡാൽട്ടൺ പ്ലാൻ കൊണ്ടുവരുന്നത് ഹെലൻ പാർക്ക് ഹോർസ്റ്റ് ആണ്. ചിലപ്പോ നമ്മൾ ഡാൽട്ടൺ പ്ലാൻ എന്ന് പറയുന്നത് ഡാൽട്ടൺ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കൊണ്ടുവന്നായിരിക്കും വിചാരിക്കുക. അല്ല, അതൊരു ഡാൽട്ടൺ എന്ന് പറഞ്ഞ സ്കൂൾ എന്തോ ആണ്, നെയ്മൻ സ്കൂൾ എന്തോ ആണെന്നൊരു ഓർമ്മ. അപ്പൊ എന്തായാലും ഹെലൻ പാർക്ക് ഹസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഈ ഒരു ഡാൽട്ടൺ പ്ലാൻ കൊണ്ടുവന്നത് 1920 ഇത് പ്രാധാന്യമാകുന്നത് എന്താണ്, തഅല്ലുമു ദാത്തി, സെൽഫ് ലേണിങ്ങിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന രൂപത്തിലാണ്. എന്താണ്, സെൽഫ് ലേണിങ്ങിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന രൂപത്തിലാണ്. അപ്പോൾ എന്റെ ക്ലാസ് സ്പീഡ് ഉണ്ടാടാ, മനസ്സിലാവാതിരിക്കുന്നുണ്ട്, എന്താ അവസ്ഥ? കുഴപ്പമില്ലല്ലോ? ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാറേ സ്പീഡ് കൂടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നെ, ഞാൻ സ്പീഡിന്റെ ഉസ്താദാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്തത് മോണ്ടിസോറി മെത്തേഡാണ്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയ മോണ്ടിസോറി, ഇറ്റലിക്കാരിയായിട്ടുള്ള മറിയ മോണ്ടിസോറിയാണ് എന്ത് ഈ പറയുന്ന ത്വരീഖത്തുൽ മോണ്ടിസോറിയുടെ ഫൗണ്ടർ എന്ന് പറയാം. അതും ഒരു സെൽഫ് ലേണിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് മോണ്ടിസോറി മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, ജദുവലോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ LKG UKG പിള്ളേരെ പഠിപ്പിക്കൂലേ, അതാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയാ. നമ്മുടെ സ്കൂളുകളിലൊക്കെ നിങ്ങൾ ഈ വീട്ടിൽ അത്യാവശ്യം ഈ പുറത്തൊക്കെ ഇറങ്ങിയ സ്കൂളിലൊക്കെ ബോർഡ് വാങ്ങിക്കുന്നവരാണെങ്കിൽ അറിയാം, മോണ്ടിസോറി ടീച്ചിങ് നിങ്ങൾ വരൂ, നിങ്ങളെ പഠിപ്പിക്കാനായി ഞങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരസ്യങ്ങളുണ്ട് ഇപ്പൊ ഇറങ്ങുന്നത്. മോണ്ടിസോറി ടീച്ചിങ് നിങ്ങൾക്ക് ബിരുദം നേടാം, പെട്ടെന്ന് ഒരു ടീച്ചർ ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാണാറുണ്ട്. ഈ മോണ്ടിസോറി എന്ന് വെച്ചാൽ എന്താണ് സംഭവം? കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുക, LKG UKG പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, BEd പഠിച്ച പിള്ളേർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു മോണ്ടിസോറി ടീച്ചർ ആകാൻ പറ്റൂല. അത് അവർക്കും അറിയാം, നമുക്കും അറിയാം, പിന്നെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട വില്ലനിലേക്ക് വരുന്നു, മൈക്രോ ടീച്ചിങ്. ആ മൈക്രോ ടീച്ചിങ് എന്താന്ന് വെച്ചാൽ സംഭവം ചെറുതാണെങ്കിലും പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഭാഗമാണ്. അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തദ്രീസുൽ മുഅല്ലിം അല്ലെങ്കിൽ തഅലീമുൽ മുസഗ്ഗർ സ്റ്റാർട്ട് ചെയ്യുന്നത്
അലൻ വറയ്യാൻ എന്ന് പറയുന്ന എന്താണ് അലൻ വറയ്യാൻ എന്ന് പറയുന്ന രണ്ട് പേര് ചേർന്ന് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് തഅലീമുൽ മുസ്സഗിർ എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം അവർ ഒരു മൈക്രോ ടീച്ചിങ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിലൂടെയാണ് തഅലീമുൽ മുസ്സഗിർ എന്ന ഒരു ടെർമിനോളജി ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് അവർ ആ പുസ്തകത്തിൽ അവർ എഴുതുന്നുണ്ട് ഒരു വിദ്യാർത്ഥിക്കും എന്ത് ചെയ്യണം, ടീച്ചിങ് അധ്യാപക വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യണം, ഹലോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ ചാറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. എന്താണ് പ്രശ്നം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമുക്ക് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നാലും നമുക്ക് അവസാനം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പോവുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പം തഅലീമുൽ മുസ്സഗിർ എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു പോവാണ്. തഅലീമുൽ മുസ്സഗിർ എന്നാൽ മൈക്രോ ടീച്ചിങ് എന്നുള്ളതാണ്. മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുക്കബ്ബിർ എന്ന് വെച്ചാൽ മാക്രോ ടീച്ചിങ് എന്നും മുസ്സഗിർ എന്ന് വെച്ചാൽ മൈക്രോ ടീച്ചിങ് എന്നുള്ള രൂപത്തിൽ തന്നെ മുമ്പ് ഏട്ടത്തിന് ചോദ്യം വന്നിട്ടുണ്ട്, നിർബന്ധമായിട്ട് പഠിക്കാം. അത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് അലൻ റയ്യാൻ എന്ന രണ്ട് പേര് ചേർന്നുകൊണ്ടാണ്. ഇത് അധ്യാപക വിദ്യാർത്ഥികൾക്കുള്ള മുത്തദദ്ദിബീനൽ മുഅല്ലിമീൻ അധ്യാപക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം പോലെയാണ്. അഥവാ ഒരു ടീച്ചിങ് ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ ഈ പറയുന്ന മൈക്രോ ടീച്ചിങ് എന്ന് പറയാം. അത് അലനും റയ്യാനും ചേർന്നുകൊണ്ട് 1963 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, എന്നാലും പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു ചാപ്റ്റർ എടുക്കും, ആ ചാപ്റ്ററിന്റെ അകത്ത് ഒരു അധ്യാപകന് വേണ്ട ഒരുപാട് സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകളാണ് പറഞ്ഞത്. ഇപ്പം തൻവി ഉൽ മുനബ്ബഹാത്ത് എന്താണ്, സ്റ്റിമുലസ് വേരിയേഷൻ, തംഹീദ് ഇൻട്രൊഡക്ഷൻ, തൗജീഹുൽ അസ്ഇല എന്താണ് ക്വസ്റ്റ്യനിങ്, ഇസ്തിഖ്ദാമി സബൂറ ബ്ലാക്ക് ബോർഡ്, തഅസീസ് റീഇൻഫോഴ്സ്മെന്റ്, അൽ ബയാൻ എക്സ്പ്ലനേഷൻ. ഇതേപോലെ ഒരുപാട് സ്കില്ലുകളുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ ഇതെല്ലാം ചേർന്നാലല്ലേ ഒരു പൂർണ്ണ അധ്യാപകനാവുള്ളൂ. ആവശ്യത്തിനനുസരിച്ച് സൗണ്ട് വേരിയേഷൻ വേണം, വേണ്ടേ? കാര്യങ്ങളിലേക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്ത് കൊണ്ടുവരണം, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാതിരിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവണം, പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യണം. എന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഇറങ്ങിപ്പോവും നിങ്ങളൊക്കെ. പഠിക്കാതിരിക്കൂല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്തൊക്കെ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ എക്സ്പ്ലനേഷൻ. ഭാഗ്യത്തിന് എനിക്കൊന്ന് ഇങ്ങനെ ഓരോ അതിലേക്ക് വരാം. അത് എന്താണ്, ഇങ്ങനെ ഓരോ സ്കില്ലുകളും അധ്യാപകൻ നേരിടേണ്ടതുണ്ട്. അപ്പൊ ഇത് നേടാൻ വേണ്ടിയിട്ട് അധ്യാപകനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് മൈക്രോ ടീച്ചിങ് കൊണ്ട് പറയാം. ഇപ്പൊ ഞാൻ എന്റെ കേസിനെ എടുത്ത് പറയാം. ഞാൻ ബി.എഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പരിപാടി എന്ന് വെച്ചാൽ ഇസ്തിഖ്ദാമി സബൂറയാണ്. ഇസ്തിഖ്ദാമി സബൂറ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ജായിസത്ത് നോബേൽ എന്ന് പറയുന്ന ഒരു പ്രൈസ് ഉണ്ട്. ജോഹ ഹാരിസിയുടെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഒരു പാടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു പാരഗ്രാഫ് എന്താ ലെസൺ പ്ലാൻ ഒക്കെ തയ്യാറാക്കി എനിക്ക് പഠിപ്പിക്കണം. 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 5 മുതൽ 10 മിനിറ്റ് വരെ ഇതിന് പാടുള്ളൂ. മാത്രമല്ല 6 മുതൽ 10 പിള്ളേർ വരെ വളരെ കുറഞ്ഞ ഏജിന് മുമ്പ് നമ്മൾ എന്താണ് കുട്ടികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കണം. ഈ സമയത്ത് ആദ്യം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി പിന്നെ എന്ത് ചെയ്യണം, അത് നമ്മൾ അവതരിപ്പിക്കണം, ഡയറക്റ്റിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം തെറ്റുകൾ ഉണ്ടാവും. അതിനെന്ത് ചെയ്യാം, നമ്മൾ ഇവാലുവേറ്റ് തക്വീം ചെയ്യും, എന്നിട്ട് വീണ്ടും റീപ്ലാൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് വീണ്ടും അവതരിപ്പിക്കും, എന്നിട്ട് എന്തായി വീണ്ടും എഡിറ്റ് നടത്തും. അങ്ങനെ നമ്മൾ ശരിയാകും വരേക്കും ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന മൈക്രോ ടീച്ചിങ്. അതായത് ഈ മൈക്രോ ടീച്ചിങ്ങിലൂടെ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യണം, ഓരോ സ്കില്ലുകളും അച്ചീവ് ചെയ്യണമെന്നുള്ളതാണ്. സംഭവം എങ്ങനെയാന്ന് മനസ്സിലായോ? മെത്തേഡ് എങ്ങനെയാന്ന് മനസ്സിലായോ? ഇനി ഒരു രഹസ്യം കൂടി പറയട്ടെ. ഭാഗ്യവശാൽ 2 വർഷം കൊണ്ട് എന്റെ ടീച്ചറിനെ നന്നാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം എന്റെ മൈക്രോ ടീച്ചിങ് ടീച്ചർ ആദ്യം തന്നിട്ടുള്ള എന്താണ്, ബ്ലാക്ക് ബോർഡ് യൂസിങ് എന്നുള്ളതാണ്. ടീച്ചർ ഓരോ തവണ ഇൻസ്പെക്ഷൻ വന്ന സമയത്ത് 1000 കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് ജനറൽ ടീച്ചർ ആയിക്കോട്ടെ, അറബിക് ടീച്ചർ ആയിക്കോട്ടെ, കേട്ട് മടുത്ത് അവസാനം ടീച്ചർ തന്നെ പറഞ്ഞു നന്നാവും ഇവനെ വിട്ടേക്കെന്ന് പറഞ്ഞു. ഓക്കെ നിങ്ങൾ കണ്ടു അല്ലേ? മിനൽ കായിദത്തിൽ അൽ അംസില എന്ന് വെച്ചാൽ ഇസ്തിഖറായാണ്. അപ്പൊ മിനൽ അംസില അൽ കായിദ എന്ന് വെച്ചാൽ എന്താണ്? മിനൽ അംസില അൽ കായിദ
മഹാരാജ തദ്രീസിലെ തംഹീദ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മളിപ്പോ ഒരു പാഠഭാഗത്തിലേക്ക് എത്താൻ വേണ്ടി കുറെ സാധനങ്ങൾ യൂസ് ചെയ്യണം. പെട്ടെന്ന് പോയിട്ട് പിള്ളേരോട് പറയണം, പിള്ളേരെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് വൈലോപ്പള്ളിയുടെ മാമ്പരം എന്ന കവിതയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഓ സാറേ ശരി സാറേ എന്ന് പറയും. മാമ്പരം കവിത പാടുമ്പോ പിള്ളേർ കിടന്ന് ഉറങ്ങും. ആദ്യം ഒരു മാമ്പഴമൊക്കെ കൊണ്ട് കാണിച്ചത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുട്ടികൾ ഇൻട്രസ്റ്റ് അതിലേക്ക് ടോപ്പിക്കിലേക്ക് കൊണ്ടുവരണം. മുനബ്ബഹാത്ത് എന്ന് വെച്ചാൽ സ്കിൽ എന്താണ്, നമ്മുടെ വോയിസ് മോഡുലേഷൻ എന്നൊക്കെ പറയാം. അതായത് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന കൃത്യമായിട്ട് പറയാം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ലൗഡായിട്ട് പറയേണ്ടടുത്ത് ലൗഡായിട്ട് പറയാം, സോഫ്റ്റ് ആയിട്ട് പറയേണ്ടടുത്ത് സോഫ്റ്റ് ആയിട്ട് പറയാം. ഞാൻ ഇവിടെ കിടന്ന് അട്ടഹസിച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? ഇഷ്ടപ്പെടോ? ഞാൻ ഇവിടെ കിടന്ന് അട്ടഹസിച്ച് ക്ലാസ് എടുക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ? ഇറങ്ങിപ്പോടാന്ന് പറയണതിന് മുമ്പല്ലേ നിങ്ങൾ ഇറങ്ങിപ്പോകും, ഇല്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് പല രൂപത്തിൽ വരും. സ്റ്റിമുലസ് പല രൂപത്തിൽ. ഇപ്പൊ നമ്മുടെ എന്താണ് സ്റ്റിമുലസ് വേരിയേഷൻ, നമ്മുടെ ബോഡി ഗസ്റ്റേഴ്സിന്റെ അകത്തുള്ള വ്യത്യാസം വരും. നമ്മളൊരു കല്ലും കെട്ടി നിന്ന് കഴിഞ്ഞാൽ പിള്ളേരെ നമ്മളെ നെഞ്ചത്തെ ഒരു പൊങ്കാല ഇടും. പ്രത്യേകിച്ച് ആൺപിള്ളേർ പഠിപ്പിക്കുന്ന സമയത്തെ നമ്മള് മറ്റേ ഈ സെൻട്രൽ ബോട്ടിലൊന്ന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. പിള്ളേർ നമ്മളെ സെൻട്രൽ ബോട്ട് ഇറക്കിയിട്ട് വിടും, അവസ്ഥത്തെ നടക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ കണ്ണിറക്കി കാണിക്കണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേര് പേടിക്കണം. എന്നെ കണ്ട ഒരു പേടിയില്ല, അത് വേറെ കാര്യം. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പുറത്ത്. എന്നെ കണ്ട ഒരു പേടിയില്ല. എന്നാലും റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് പറയാം. അതായത് കുട്ടികള് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇവന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി, ഇവനൊന്നും എനിക്ക് വേണ്ട. അപ്പൊ ആവശ്യത്തിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. എനിമോ? ഓക്കെ, താങ്ക് യു. ഇത് മാഹിയ ത്വരീഖത്തുൽ ഖദീമ ലിത്തദ്രീസ് മിനൽ ആത്തിയ, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും പഴയതായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ഏതാണ്? സെറ്റിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഏതാണ്? അന്നഹു വതർജുമ എന്നുള്ളതാണ്. ഇഖ്തറ മിനൽ ആത്തിയ തസ്രീഹൻ ഖാത്തിയൻ, തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കണം. ത്വരീഖത്ത് തർജുമത്തി ഗൈറു മുവാഫിഖത്തുൽ ലിതഅല്ലുമ ലുഗ, ഭാഷ പഠിപ്പിക്കാൻ യോജിച്ച ഒരു പരിപാടിയല്ല ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. ലിമാദാ ലിഅന്നഹാ തഹ്തമു ഫഖത്ത് ബിനഖ്ലിൽ മഅലൂമാത്ത്, എന്താണ് നമ്മളെ ആശയത്തെ ബിനഖ്ലിൽ മഅലൂമാത്ത്, ഈ ആശയത്തെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി അതും ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മുറക്കിസത്തുൻ അല ദാരിസി, വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. തുഖിലുൽ ഫുറുസത്ത് തഫാഉലി വതഹാവരി, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ കോൺവെർസേഷൻ നടത്താനും കുറച്ച് അവസരങ്ങൾ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. കഫാഅത്തൻ മുറക്കിസത്തൻ അല കഫാഅത്തി ലുഗത്തിൽ മുദരിസ്, അധ്യാപകന്റെ ഭാഷയുടെ എന്താണ് കോമ്പിറ്റൻസിയെ അത് കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് എന്താണ് ട്രാൻസ്ലേഷൻ മെത്തേഡ് ഭാഷാ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതല്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഇതിന്റെ അകത്ത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഭാഷാ പഠനത്തിന് വേണ്ടി യോജിച്ചതല്ല എന്ന് പറയാനുള്ള കാരണത്തിൽ പെടാത്തത് എന്നുള്ളതാണ്. ഈ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ തുഖിൽ ഫുർസിലി തഫാഉലി വതഹവർ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആശയവിനിമയം നടത്താനുള്ള അവസരങ്ങൾ കുറവാണോ ഉണ്ടാവുക? അതോ കൂടുതലുണ്ടാവും? കൂടുതലുണ്ടാവും. അത്വരീഖത്ത് തവാസുലിയ തഖൂമു അല അന്ന ലുഗത്തി അദാത്ത്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡില് ഭാഷയെ പരിഗണിക്കുന്നത് എന്താണ്? തവാസുലി വതഫാഹും അൽ ഇൽമി വൽ മഅരിഫ അൽ അദബി വൽ ഫുനൂൻ അത്തഫ്കീരി വതദബ്ബുരി, അത്തവാസുലി വതഫാഹുമി എന്നുള്ളതാണ്. മിൻ ഉയൂബി ത്വരീഖത്തുൽ മുഹാദറ, ലെക്ചർ മെത്തേഡിന്റെ പോരായ്മയിൽ പെട്ടത്. സഹലു തത്ബീഖ്, ആപ്ലിക്കേഷനുള്ള സിംപ്ലിസിറ്റി. മുഖാത്തബത്ത് അദദിൻ കിബിർ, ധാരാളം ആൾക്കാരോടുള്ള സംസാരം. തൗഫീൽ വഖത്ത്, സമയലാഭം. ഇഹ്മാൽ ഫുർഖുൽ ഫർദിയ, വ്യക്തികളെ പരിഗണിക്കാതിരിക്കുക, വ്യക്തി വ്യത്യാസങ്ങളെ അവഗണിക്കുക എന്ന് പറയും. വെച്ചാൽ അവഗണന.
വെരി ഗുഡ്. ഇഹ്മാൽ ഫർഖുൽ ഫർദിയ. ത്വരീഖത്തുൽ മശ്റൂ മിൻ ഇൻതാജ് മുഫക്കിർ ആരാണ് കൊണ്ടുവന്നത്? പാവുലോവ്, കിൽപാട്രിക്, ജോൺ ഡുവി, ഇമ്മാനുവൽ കാന്റ്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചേക്കാട്ടോ. ഞാൻ എൻ്റെ പിള്ളേരോട് എപ്പോഴും പറയാറുണ്ട്, ബ്രൈറ്റിലെ പിള്ളേരോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ PSC പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ ചോദ്യ പേപ്പർ പഠിക്കലാണ്. ഏറ്റവും ബെസ്റ്റ് സെറ്റ് ചോദ്യ പേപ്പർ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് PSC ലിസ്റ്റിൽ കയറാൻ പറ്റും എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആകുന്ന ഒരു ചോദ്യങ്ങൾ ഒരു സാധനമാണ് ഇത് ത്വരീഖത്തുൽ മശ്റൂ എന്നുള്ള ഇത് ചോദ്യം. ഈ ചോദ്യത്തിന് 2019 ഇതേപോലെയൊക്കെയാണ് ചോദിച്ചത്. അന്നും ജോൺ ഡുവി അതിന്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അന്ന് കിൽപാട്രിക് ആയിരുന്നു ആൻസർ. 2021 ചോദിച്ചിട്ടില്ല. 2023 ചോദിച്ചപ്പോ സെറ്റിന്റെ ചോദ്യത്തിന് ഇതേ എത്തുന്ന രൂപത്തിൽ എന്തുണ്ട്, ആൻസർ വന്നിട്ടുണ്ട്. ഇതുപോലെ കഴിഞ്ഞ പരീക്ഷയിലെ 16 ചോദ്യങ്ങളോ 20 ചോദ്യങ്ങളോ സെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ സെറ്റിന്റെ ചോദ്യ പേപ്പർ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. التخطيط جمع المعلومات تحليل إعداد التقرير تكوين. ഷഹാന ചോദിച്ചത് ഇപ്പൊ ഒരു ചോദ്യമുണ്ട്, ജോൺ ഡുവി അല്ലേ എന്നുള്ളത്. വെളുക്കോള രാമായണം വായിച്ചിട്ട് രാമനാര് സീതയാഴെന്ന് ചോദിക്കരുത് കേട്ടാ, മോശാണേ. ഇപ്പൊ പ്ലാൻ ഞാനത് കാരണം പറഞ്ഞുതരാം, പിന്നീട് പറഞ്ഞുതരാം. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. തഖ്തീത്ത് എന്ന് വെച്ചാൽ പ്ലാനിങ്, ജംഉൽ മാലൂമാത്ത് എന്നുള്ളത് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, തഹ്ലീൽ അനലൈസ് ചെയ്യുക, എഴുതാത്ത റിപ്പോർട്ട് തയ്യാറാക്കുക, തക്വീം ഇവാലുവേറ്റ് ചെയ്യുക. ഇതെല്ലാം എന്തിന്റെ ഉദാഹരണമാണ്? മശ്റൂ. തഖ്സീസ് എന്ന് വെച്ചാൽ അസൈൻമെന്റിന്റെ അല്ല. ഇഖ്തിബാർ സഫി എന്ന് വെച്ചാൽ ക്ലാസ് ടെസ്റ്റ് എന്നാണ്, അതിൻ്റെതല്ല. ബർണാമിജ് പ്രോഗ്രാം ഇതിന്റെ അല്ല. പിന്നെ ഞാൻ അതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ജോൺ ഡുവി കൊണ്ടുവന്ന പ്രാഗ്മാറ്റിസം എന്ന തിയറിയുടെ ബേസില് കിൽപാട്രിക് ഡെവലപ്പ് ചെയ്ത സാധനമാണ് ത്വരീഖത്തുൽ മശ്റൂ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമാണ്. മനസ്സിലായടാ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും തെറ്റിക്കുമ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ പറയുന്നതാണ്. അതിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇനി അടുത്തത് മറിയാം മുണ്ടിസോറി ത്വബീഅത്തുൻ തതഅല്ലഖു ബിറൗളത്തിൽ ലത്ഫാൽ. റഷ്യ, ഇറ്റലിയ, അമേരിക്ക, അൽമാനിയ. ഓക്കെ, ഇറ്റലിക്കാരെയാണ്. തഅലീമുൽ മുസഖർ മൈക്രോ ടീച്ചിങ് യതറക്കിസു ബിഅക്സരി ഹദ്ദിൻ അല. ഏറ്റവും കൂടുതൽ അത് പ്രാധാന്യം നൽകുന്ന എന്തിന്റെ മേലാണ്? അൽ മാദത്തി വ വുജൂദിഹ, അത്വാലിബു വ ഫഹ്മുഹു, അൽ മഹാറത്തു വ അദാഇഹ, അസ്വഫു വ മഹാറാത്തുഹു. കണ്ടന്റിനെയും ആ കണ്ടന്റിന്റെ ഉള്ളിനെയുമാണ്, വിദ്യാർത്ഥിയുടെ കഴിവിനെയുമാണ്, അൽ മഹാറത്ത് സ്കില്ലിനെയും അതിന്റെ എന്താണ് അതിനെ പ്രയോഗിക്കുക എന്നുള്ളതിനെയാണ്, അസ്വഫു വ നിളാമുഹു ക്ലാസിനെയും ക്ലാസിന്റെ സ്ട്രക്ചറിനെയുമാണ്. ഓക്കെ, അൽ മഹാറത്തി വദായിഹ അതിന്റെ സ്കില്ലിനെയും അതിന്റെ എക്സിക്യൂഷനെയാണ്. അൽ കലിമത്തുൽ മുആദല ലിൽ ഇസ്തിലാഹി കൊളാബറേറ്റീവ് ലേണിംഗ്. കഴിഞ്ഞ എക്സാം കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ അന്ന് രാത്രി എനിക്ക് വന്ന ഫസ്റ്റ് മെസ്സേജ് ആണ്, സാറേ വാട്ട് യു മീൻ ബൈ കൊളാബറേറ്റീവ് ലേണിംഗ് ആൻഡ് കോപ്പറേറ്റീവ് ലേണിംഗ്. അതിൻ്റെ അകത്ത് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, എങ്കിൽ ഞാൻ പറഞ്ഞു മാത്രം. അപ്പോ തഷാറുക്കിയാണോ അവനിയാണോ തആവുനിയാണോ സക്കാലിയ എന്നുള്ളതാണ്. തഷാറുക്കിയ എന്ന് വെച്ചാൽ കൊളാബറേറ്റീവ് ആണ്. തഫാഉലി എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ആണ്. കോപ്പറേറ്റീവ് ഫാഇൽ എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ആണ്. തഷാറുക്ക് എന്ന് വെച്ചാൽ കൊളാബറേറ്റീവ് ആണ്, അത് മറക്കരുത്. അൽ മുറാദ് ബി തദ്രീസുൽ ഇലാജി, വാട്ട് മീൻ ബൈ റെമഡിയൽ ടീച്ചിങ്. റെമഡിയൽ ടീച്ചിങ് എന്നാൽ എന്ത്? തക്വീമു ദാരിസീൻ വിദ്യാർത്ഥികളെ ഇവാലുവേറ്റ് ചെയ്യലാണോ? മുസാഅദത്തുൽ മുതഖല്ലിഫീന ഫി ദിറാസ പഠനത്തിൽ എന്താണ് പിന്നോക്കം നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണോ, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണോ?
തദ്രീസുൽ മുതസായിദ് ബഅദ സഅഅത്ത് ദിറാസത്തുൽ ആദിയ, സാധാരണ സമയത്തിന് ശേഷം അധിക സമയം എടുത്ത് പഠിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ഉള്ള സമയത്ത് തന്നെ 25 മിനിറ്റോളം മുക്കിക്കളയാം എങ്ങനെ ചിന്തിക്കാൻ നമ്മളാണ്. ഇനി അധിക സമയം എടുത്ത് പഠിപ്പിക്കണം, നല്ല നടപ്പുണ്ടോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരൊക്കെ, ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ ശനിയാഴ്ച എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ക്ലാസ് ഉണ്ട്. ഓരോ ദിവസവും ഓരോ ടീച്ചേഴ്സിന് സ്പെഷ്യൽ ക്ലാസ് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പ്രിൻസിപ്പൾ എടുത്ത് പൊരിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് കേട്ടോ. ഇവൻ തിരുവനന്തപുരത്ത് പോലും. മലപ്പുറം ഒന്നും പറയേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇവിടെ മുസാദത്ത് മുത്തഫബ്ബിഖീന ഫഖത്ത്, ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളെ മാത്രം എന്നുള്ളതാണ്. ഇവിടെ എന്താണ്, ക്ലാസ്സിൽ പിന്നോക്കം നിൽക്കുന്നവരെ കുറിച്ച് പഠിക്കാന്നുള്ളത്. പണ്ട് ഈ തദ്രീസുൽ ഇലാജിയ എന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ തദ്രീസുൽ ഇലാജിയ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചൊരു ടൈപ്പ് ഓഫ് ടീച്ചിങ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോ എന്താണ്, ഈ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിള്ളേരോട് ചോദിക്കുക, എടാ മനസ്സിലായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു തരേണ്ടത് 3 ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? എടാ മനസ്സിലായോ, എടാ പറഞ്ഞതിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരേണ്ടതെന്നുള്ള സമയത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കൽ കൂടി പറഞ്ഞപ്പോ ഹാരിസ് സാർ എന്നെ ക്ലാസ് എടുത്തിട്ട് നെഹുവിന്റെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ക്ലാസ് കേൾക്കണവരെ ഓക്കെ, നെഹുവിന്റെ ചോദ്യം തുടങ്ങുമ്പോൾ നിങ്ങൾ ഓടുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ദിവസം കാണാറുണ്ട് ഹാരിസ് സാറിന്റെ ക്ലാസ്സിൽ ഓടുന്ന പിള്ളേരൊക്കെ ഞാൻ പിടിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഹാരിസ് സാറിനെ കുറെ പിള്ളേർ ഓടാറുണ്ട്. ഒരു 10 പിള്ളേരുണ്ടെങ്കിൽ 20 പിള്ളേർ ഓടാറുണ്ട്. അവരുടെ റൂമിൽ കൂടി ചേർത്ത് ഞാൻ പറഞ്ഞത്. അപ്പോ ഞാൻ നിങ്ങളെ നെഗറ്റീവ് അടിക്കാൻ പറഞ്ഞല്ലോ. സാറിന്റെ ഒരു പ്രത്യേക കൂടി അതാണ്. കാരണം സാർ എല്ലാവരും നന്നായി പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ. എന്റെ കൂടെ അധ്യാപകനാണ്. അപ്പോ സാർ എന്ത് ചെയ്യാറുണ്ട്, സാറിന്റെ 10 ചോദ്യങ്ങളിലൂടെ നമ്മളെ തലയൊക്കെ ഒന്ന് പുകഞ്ഞിട്ട് നമ്മൾ ബാത്തൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, തെറ്റായി വരും. അപ്പോ ഏറ്റവും എന്താണ്, പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പോലും എന്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ പറയുന്ന തദ്രീസുൽ ഇലാജിയുടെ പ്രധാനപ്പെട്ട ധർമ്മം. അതാണ് തദ്രീസുൽ ഇലാജി എന്ന് വെച്ചാൽ. ഓക്കെ, മൽ ഫർഖു ബൈന അത്തഅല്ലുമു തആവുനിയ വതഅല്ലുമുൽ ജമാഇയ. ഓക്കെ, ഇതാണ് തഅല്ലുമു തആവുനിയ. എന്താണ് തഅല്ലുമു തശാറുഖി എന്ന് പറയാം. ഹസീന ടീച്ചറെ ഡൈവ് ചെയ്ത് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എനിക്കില്ല, നിങ്ങളെ ഇവിടെ നിന്ന് ധൈര്യമായിട്ട് റിമൂവ് ആക്കേണ്ടി വരും. എന്തിനാണ് വെറുതെ കൈക്ക് പണി ഉണ്ടാക്കണേ? അപ്പൊ എന്താ നമുക്ക് നോക്കാം. തഅല്ലുമു തആവുനി വതഅല്ലുമു തശാറുഖി. തഅല്ലുമു തആവുനി എന്ന് വെച്ചാല് അധ്യാപകൻ എന്ത് ചെയ്യും, യഖൂമുൽ മുതഅല്ലിമൂന ബിതഖ്സീമിൽ അമൽ. വിദ്യാർത്ഥികൾ ഒരു വർക്ക് അധ്യാപകൻ കൊടുക്കുന്ന സമയത്ത് അതിനെ പരസ്പരം പങ്കുവയ്ക്കും. എന്നിട്ട് വഹല്ലിൽ മഹാമു ബിശഖ്ലി അൽ ഫർദി. എന്നിട്ട് എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് കൊടുക്കുന്ന വർക്കുകളൊക്കെ ചെയ്യും. സുമ്മ തജ്മീഉൽ അമലു ഖിത്താമി മഅൻ. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, ഓക്കെ, തമ്മ തജ്മീഅ. എന്നിട്ട് അവസാനം അൽ അമലുൽ ഖിത്താമി മഅൻ. എന്നിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യും, റിസൾട്ട് കൊണ്ട് കൊടുക്കും. ഇതാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അധ്യാപകൻ ഒരു വർക്ക് കൊടുക്കുകയാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെയും പേര് കണ്ടെത്താൻ വേണ്ടി പറയാം. ഇത് ഒരു ജമാഅത്തിലായിരിക്കും കൊടുക്കുക. ഇവിടെ ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേരോടും പറയും, നിങ്ങൾ എന്ത് ചെയ്യുക, നോർത്ത് ഈസ്റ്റിലുള്ള ഒരു സംസ്ഥാനങ്ങൾ ഒരാൾ കണ്ടെത്തുക, സൗത്ത് ഈസ്റ്റിലുള്ള ഒരാൾ കണ്ടെത്തുക, വെസ്റ്റ് ഇന്ത്യയിലുള്ള ഒരാൾ കണ്ടെത്തുക, എന്താണ് ഈസ്റ്റ് ഇന്ത്യയിലുള്ള കുറെ കണ്ടെത്തുക. ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 4 പേര് ചേർന്ന് നിന്നിട്ട്, അല്ലെങ്കിൽ 4 വിദ്യാർത്ഥികൾക്ക് 4 വർക്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, അവര് കണ്ടെത്തും. എന്നിട്ട് ഇതിനെല്ലാം കൂടി ജമ്പ ചെയ്യും. എന്നിട്ട് അധ്യാപകന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒറ്റയ്ക്ക് അവതരിപ്പിക്കും. ഇതാണ് തആവുനിയ എന്ന് വെച്ചാൽ. കിട്ടിയ കോപ്പറേറ്റീവ് ലേണിംഗ്. ക്ലിയർ അല്ലേ? ശരി, ഇനി കൊളാബറേറ്റീവ് മനസ്സിലാക്കാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഒരു ബിരിയാണി ചെമ്പിൽ 10 കൈ ഇടുന്നു. കൈയിട്ട് തിരിച്ചു നോക്കുമ്പോഴോ കുറച്ച് മാത്രം കിട്ടുന്നു. ഇതാണ് തശാറുഖിയ, കൊളാബറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഒരുമിച്ചിടുക, ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് തശാറുഖിയയും. ഒറ്റയ്ക്ക് ചെയ്യുക. നിങ്ങളൊന്ന് ചിന്തിക്ക്, ഒരു കല്യാണത്തിന് പോയിട്ട് ഓരോരുത്തരും കഴിച്ചിറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ് ഒരുമിച്ച് കഴിച്ചിറങ്ങും. ഇപ്പം ഒരാള് ഒരു
സന്തോഷം കേട്ടോ, സന്തോഷം, നല്ല സന്തോഷമാണ്. ഞാൻ പറയാം, എന്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കലത്തില് അല്ല ഒരു പ്ലേറ്റില് ഒരു 6 പേര് ചേർന്ന് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ആ സമയത്താണ്. അത് വേറെ കാര്യമാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് ഒരു തമാശ രൂപയാണ്, ഓർത്തിരിക്കാൻ വേണ്ടി പറയാണ്. നമുക്ക് തഷാറുക്കി എന്ന് വെച്ചാൽ ഒരു ബിരിയാണി ചെമ്പില് ഒരുമിച്ചിട്ട് കൈവിട്ട് വാരി തിന്നലാണ് തഷാറുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. തആവുനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും തിന്ന് ഇറങ്ങി പോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? മറക്കല്ലേ, മറക്കരുത്. ഓക്കെ. അത്തഅല്ലുമു യതറക്കിസു അല തഹ്സീലുൽ ഫർദി വയതകവ്വനു മിൻ ഇസ്ഹാമാത്തുൽ അഫ്റാദ്. ഞാൻ ഒരു സംഘടനയുടെ സംസ്ഥാന സാഹിത്യോത്സവത്തിന് കവിത രചനയ്ക്ക് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് സംസ്ഥാന സാഹിത്യോത്സവം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ചത്. അതാണ് ആ ഒരു സംഭവം. ഇവിടെ മർക്കസ് നോളസ് സിറ്റി എന്നുള്ള ഒരു സംഭവം കണ്ടോടെ ഞാൻ പറഞ്ഞ. അപ്പൊ തഅല്ലുമു യതറക്കിസു അല തഹ്സീൽ അൽ ഫർദി എന്താണ്, വ്യക്തികളുടെ എന്താണ് ഒരു വ്യക്തിത്വത്തോളം കണ്ടന്റുകൾ അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കലാണ്. മിനസഹാബാത്തിൽ അഫ്രാദ് മാത്രമല്ല, ഒരു വ്യക്തി മാത്രമല്ല, അത് ഉൾക്കൊള്ളുന്ന മറ്റുള്ളവരോട് ഇവിടെയുണ്ട്. അപ്പൊ അത്തഅല്ലുമു ഒരു ടീച്ചിങ്, യതറക്കിസു അത് അവലംബിക്കുന്നു അല തഹ്സീലുൽ ഫർദി ഒരു വ്യക്തിയുടെ എന്തിന്റെ മേലാണ്, അച്ചീവ്മെന്റിലേക്ക് മാത്രമാണ്. വയതകവ്വനു മിൻ ഇസ്ഹാമാത്തുൽ അഫ്രാദ് മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷനിലൂടെ. അതെന്താണ്? തആവുനിയ, ജമാഇയ, തശാറുക്കിയ, ദാത്തിയ. എന്താണ് തആവുനിയ അല്ലേ? തശാറുക്കിയ ഒരുമിച്ച് കൈയിട്ടതാണ്. തആവുനിയ നമ്മൾ പറഞ്ഞില്ല ഇവിടെ. തആവുനി എങ്ങനെ പറഞ്ഞത്? ആദ്യം ഒരു വർക്കിനെ എന്ത് ചെയ്യും, പരസ്പരം ഡിവൈഡ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, ഷക്ലുൽ ഫർദി അതിനെ ഒറ്റയ്ക്ക് ചെയ്യും. ഇതല്ലേ ഇവിടെ പറഞ്ഞത്. തഹ്സീലുൽ ഫർദി ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെ അതിന് തഅല്ലും കേന്ദ്രീകരിക്കുന്നു. ഇസ്ഹാമാത്തുൽ അഫ്റാദ് അതിനോടൊപ്പം ആരും ഉണ്ട്, മറ്റുള്ളവരുടെ വർക്ക് കൂടി ഉണ്ട്. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ലാസ്റ്റ് ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടണില്ലേ? ആ ഉണ്ട്. ചോദ്യം മനസ്സിലായില്ല? അപ്പൊ ഇത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു 6 കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ചിത്രം വരക്കാനും ഒരു കുട്ടിക്ക് അത് എഴുതാനും ഒരു കുട്ടിക്ക് പിന്നെ എന്തെങ്കിലും അതിന്റെ എന്താണ് മോഡിഫൈ അത് കൊടുത്തിട്ട് ഒന്നായിട്ടൊരു ഒന്നായിട്ട് എന്താ പറയാ ഇതൊക്കെ ചെയ്യുന്നതിൽ അധ്യാപകന്റെ മുമ്പിൽ അവതരിപ്പിക്കാം. എല്ലാ വർക്കുകളും കൂടി തഷാറുക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യാ, അത് ഇപ്പം ഓരോ ഓരോരുത്തർ കുട്ടികൾക്ക് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അത് പരസ്പരം ചെയ്യുക, അത്രേ ഉള്ളൂ. ഓരോ കുട്ടികൾ കൊടുക്കുന്നത് പരസ്പരം ചെയ്യുന്നു. അതിനെ പല മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇത് എല്ലാവരും കൂടി ചെയ്യുന്നതല്ലേ താവനെ? ലാസ്റ്റ് ഒന്നിച്ചിട്ട് അതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഒരുമിച്ച് ചെയ്യാം. അതായത് തഷാറുക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയാം അവിയലാണ്. ഒരുമിച്ച് എങ്ങനെയൊക്കെ നമ്മൾ കറക്കിക്കൂട്ടി ചെയ്യുമല്ലേ. അതായത് ഒരു വർക്ക് തന്നെ എല്ലാവരും പരസ്പരം ചെയ്യലാണ് തഷാറുക്കി എന്ന് വെച്ചാൽ. തആവുനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് 5 മുതൽ 10 വരെയൊക്കെ ഗ്രൂപ്പായിട്ട് പരസ്പരം ഡിവൈഡ് ചെയ്തിട്ട് അതിന് ആ ഗ്രൂപ്പിലുള്ള ഓരോ അംഗങ്ങളും എന്ത് ചെയ്യും, വർക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് അധ്യാപകന് മുമ്പിൽ കൊണ്ടുവരും. മറ്റേത് ഒരു വർക്ക് തന്നെ എന്ത് ചെയ്യും, എല്ലാരും കൂടി ചെയ്യലാണ്. ഇപ്പൊ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യാണ്, പിള്ളേർ മണ്ണ് കളയ്ക്കുന്നു. നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ സ്കൂളുകളിലൊക്കെ പണ്ട്, ഇവിടെ എപ്പോഴൊന്നും അല്ല കേട്ടോ, പണ്ട് ഈ 1980-90 കാലഘട്ടങ്ങളിലൊക്കെ പിള്ളേരെ സ്കൂൾ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാൻ വേണ്ടി പഠിപ്പിക്കായിരുന്നു. ഇപ്പൊ തിരിച്ചു വരാണ് നമ്മളൊക്കെ. അപ്പൊ അത് പരസ്പരം ചെയ്യുമ്പോൾ എന്താണ് തഷാറുക്കയും ഓരോ വർക്കിനും തക്സീം ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ തആവുനിയായിട്ട് മാറും. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോവാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ബോറടിച്ച് വരാണ്. BEd നമ്മുടെ പെഡഗോജി ക്ലാസ് ആയതുകൊണ്ടാണ്. ليس من جو التدريس الاشتراك في الإضراب تعلم الجماعي تعلم التعاوني تعلم التشاركي.
യെസ്, ഇതായത് ചോദ്യം കണ്ടോ, എല്ലാം ചോദ്യം വന്നിട്ട്. തഅല്ലമുൽ ഇസ്തിറാഖ് ഫിൽ ഇദ്റാബ്, ബുദ്ധിമുട്ടിൽ പ്രയാസപ്പെടുക എന്നുള്ളത്. ഇജഅല മുദർരിസു തുല്ലാബി ലാ ഫർഖിൻ മുഖ്തലിഫ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട നിങ്ങൾ പേടിക്കരുത്. ഞാനിങ്ങനെ ചിന്തിച്ചൊരു സാധനമാണ്. ഇതൊക്കെ എവിടെ നിന്ന് ഇവര് കണ്ടെത്തണമെന്നോ. ഇനിവേ ഇജഅല മുദർരിസു തുല്ലാബി ലാ ഫിർഖിൻ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളായ അധ്യാപകൻ വിദ്യാർത്ഥികൾ തിരിക്കുന്നു. വയതലബു മിനൽ ഫിർഖിൽ ഊല ലിതഖ്വീമി തഹ്രീരിൽ മസ്റഹിയ, എന്ത് ചെയ്യണം, ഒരു മസ്റഹിയത്തിനെ, ഒരു നാടകത്തെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. വൽ ഫിർഖത്തു സാനിയ തഖും ബിഅദാദിൽ മസ്റഹ്, ആ മസ്റഹ് എന്താണെന്ന് എഴുതാൻ വേണ്ടി ഒരാളോട് ആവശ്യപ്പെടുന്നു, മറ്റൊരാളോട് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മൂന്നാമത്തെ ഗ്രൂപ്പിനോട് അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പൊ ഒരു ഗ്രൂപ്പിനോട് എന്ത് ചെയ്യാണ്, അതിനെ എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു, മറ്റൊരാളോട് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു, ഒരു ഗ്രൂപ്പിനോട് അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ഇനി നാലാമത്തെ ഗ്രൂപ്പിനോട് തഖും ബി തഹ്ലീലിഹ വ ഇത്തിഖാദിഹ വ യത്ലു മിനൽ ജമീഅ, പരസ്പരം അത് അനലൈസ് ചെയ്യുകയും അതിൽ നിന്നുള്ള കാര്യങ്ങളെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുകയും നിരൂപണം നടത്താനൊക്കെ പറയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് ഇതിനിടയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അറബി ഭാഷയായിരിക്കണം. എന്താണ് അസ്നാഇ നഷാത്ത്, ഈ വർക്കിനിടയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് അറബി ഭാഷയിലൂടെ ആയിരിക്കണം. ഇത്രയും കിട്ടിയല്ലോ, വർക്ക് മനസ്സിലായല്ലോ, കത്തിയല്ലോ. ശ്രദ്ധിക്കണത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, BEd എക്സാമിനെല്ലാം നമുക്ക് ചിന്തിക്കാൻ സമയമല്ല, എല്ലാം ഉണ്ട്. തദ്രീസിയ, ഏത് ടീച്ചിങ് മെത്തേഡാണ് ലാ യംകിനു, സാധ്യമാവുകയില്ല, ഈ വർക്ക് നടക്കാത്ത, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഏത് ടീച്ചിങ്ങിലാണ്? തുർക്കു തദ്രീസി ആൻഡ് ബൗദ്, ഡിസ്റ്റൻസ് ലേണിംഗിലാണോ? ത്വരീഖത്തുൽ മശ്റൂ പ്രോജക്റ്റീവ് മെത്തേഡിലാണോ? തഅലീമു തശാറുക്കി എന്ന് വെച്ച് കഴിഞ്ഞാല് കോപ്പറേറ്റീവ് ലേണിംഗിലാണോ? അല്ല, കോപ്പറേറ്റീവ് ലേണിംഗിലാണോ? ത്വരീഖത്തുൽ ലഅബ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലേ വേ മെത്തേഡിലാണോ? ഇപ്പൊ കത്തിയല്ലേ. ഇത് നടക്കാത്ത ഏതാണ്? തദ്രീസ് അൻ ബുഅദ് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കണത് നന്നായിട്ട് വായിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റണ, ഒന്ന് മനസ്സിരുത്തി വായിച്ച, എല്ലാ ടെൻഷനുകളൊക്കെ ഒഴിവാക്കിയിരുന്ന് വായിച്ചാൽ മാത്രം കിട്ടണ ഒരു ആൻസർ ആണ് അല്ലേ. ഇപ്പോഴത്തെ PSC പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല. എന്താണ്, നമ്മളെ മൈൻഡ് റീഡ് ചെയ്യുന്ന രൂപത്തിലാണ്. പണ്ട് കഴിഞ്ഞു, 2021 എക്സാം വരെ കഴിഞ്ഞു. ഇപ്പോ കംപ്ലീറ്റ് ഇരുത്തി നമ്മുടെ ബ്രെയിൻ സ്ട്രോമിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ അടപ്പും പരിപ്പും ഇളക്കിയിട്ട് അവർ വിടാറുള്ളൂ. സ്റ്റേറ്റ്മെന്റ് കാലത്തിനൊക്കെ അപ്പുറത്തേക്ക് നല്ല ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പെഡഗോജി HSA ചോദിച്ചതാണ്, അതുകൊണ്ട് ചോദിക്കൂല എന്നുള്ള ഒരു ധാരണ എനിക്കില്ല. നിങ്ങൾക്ക് ചോദ്യം, കാരണം കഴിഞ്ഞ UP എക്സാമിനോടൊപ്പം അതെനിക്ക് മനസ്സിലായി. രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ടീച്ചിങ് പ്ലാൻ എന്താണ്? ഖുത്തത്തുൽ വാഹിദ, ഖുത്തത്തു ദർസിൻ വാഹിദിൻ, ഖുത്തത്തുൻ സനവിയ, ഖുത്തത്തുൽ അൻഷിത. ഓക്കെ, ഒരു യൂണിറ്റ് പ്ലാനിനെയാണ് നമ്മൾ ഏകദേശം 2 ആഴ്ച മുതൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കാം. ഖുത്തത്തു സനവിയ എന്ന് വെച്ച് വരുമ്പോ ഒരു വഴിയർ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യും. ശരി, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഖുത്തത്തു സനവി എപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? അവസാനത്തിലാണോ, ബിദായത്തിലാണോ, നിഹായത്തിലാണോ സനവിയെ സ്റ്റാർട്ട് ചെയ്യണേ? വിദായത്ത്. ഓക്കെ, ഇപ്പൊ തഖ്തീത്ത് എന്ന് പറഞ്ഞാൽ തഹദീദുൽ ഇസ്തിറാത്തീജിയ ലിതൻഫീദിൽ ഖുത്ത, ഒരു പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ്, ഒരു സ്ട്രാറ്റജീസിനെയൊക്കെയാണ് നമ്മൾ അതെന്ന് പറയുന്നത് തഖ്തീത്ത് എന്ന് പറയാം. എങ്ങനെയാണ്? തഹദീദുൽ ഇസ്തിറാത്തീജിയാത്ത്, ഒരു സ്ട്രാറ്റജീസിനെ നമ്മൾ നിർണ്ണയിക്കലാണ് ലിതൻഫീദിൽ ഖുത്ത, ഒരു പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി. തഖ്തീത്തിന് പല അൻവാകളുണ്ട്. തഖ്തീത്തു സനവി, ഇയർ പ്ലാൻ ഉണ്ട്. തഖ്തീത്തു സനവി എന്ന് വെച്ചാൽ ഇയർ പ്ലാൻ, ബിദായത്തു ദിറാസ. തഖ്തീത്തുൽ ഉസ്ബുഈ എന്ന് വെച്ചാൽ വീക്കെൻഡ് പ്ലാനുകൾ ഉണ്ട്. ഖുത്തത്തു ദർസ എന്ന് വെച്ചാൽ ലെസൺ പ്ലാൻ ഉണ്ട്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട്
കുറെ പറയാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. ബെഞ്ചമിനസ് ബ്ലൂം. ബെഞ്ചമിനസ് ബ്ലൂമിലെ ബ്ലൂംസ് ടാക്സോണമി 3 മേഖലകളാണ്: കൊഗ്നിറ്റീവ് ഡൊമൈന്, അഫക്റ്റീവ് ഡൊമൈന്, സൈക്കോമോട്ടർ ഡൊമൈന്. ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ഇംഗ്ലീഷ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയിൽ ഒരുപാട്, അതായത് ലാംഗ്വേജ് സ്റ്റഡീസിന് ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പം ഈ കൺസ്ട്രക്റ്റിവിസവുമായി റിലേറ്റഡ് ആയിട്ട് ചർച്ച വന്ന സമയത്താണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള രൂപത്തിൽ വരുന്നത്. അപ്പൊ അതിന്റെ ബേസിസിൽ ബെഞ്ചമിനസ് ബ്ലൂമും തുടർന്ന് വരുന്ന 2 പേരും കൂടെ ചേർന്നുകൊണ്ടാണ് ഒരു ടാക്സോണമി ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബെഞ്ചമിനസ് ബ്ലൂം ആണിത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ തഅലീമുൽ ഖർദിൽ ബെഞ്ചമിനസ് ബ്ലൂം എന്നും ബ്ലൂംസ് ടാക്സോണമി എന്ന പേരിലാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ 3 മേഖലകളുണ്ട്. ഒന്ന് മജാലുൽ മഅറഫി കൊഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ട്, മജാലുൽ ഇൻഫിആലി അഫക്റ്റീവ് ഡൊമൈൻ ഉണ്ട്, സൈക്കോമോട്ടർ ഡൊമൈൻ അഥവാ മജാലുൽ നഫ്സി അൽ ഹർക്കി സൈക്കോമോട്ടർ ഡൊമൈൻ ഉണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് കൊഗ്നിറ്റീവ് ഡൊമൈനിന്റെ ഏതോ ഒരു സബ് ഡൊമൈന് തന്നിട്ട് ഇത് ഏത് ഡൊമൈനിൽ പെട്ടതാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പറ്റുന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് കേൾക്കാം. അപ്പൊ ഈ നിലവിലുള്ള ഡൊമൈൻ എന്ന് പറയുന്നത്, പഴയ ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ്, കോംപ്രഹെൻഷൻ, ഇസ്തിഅബ് കോംപ്രഹെൻഷൻ, തത്ബീഖ് ആപ്ലിക്കേഷൻ, തഹ്ലീൽ അനാലിസിസ്, തർക്കീബ് സിന്തസിസ്, തക്വീം ഇവാലുവേഷൻ എന്നായിരുന്നു. നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ, അതാണ് മഅറഫ, ഇസ്തിഅബ്, തത്ബീഖ്, തഹ്ലീൽ, തർക്കീബ്, തക്വീം, ഇങ്ങനെയായിരുന്നു. എന്നാല് പുതിയ അഥവാ ഈ റിവൈസ്ഡ് നോൺ ബ്ലൂംസ് ടാക്സോണമി എന്ന സമയത്ത് മഅറഫയുടെ ഭാഗത്ത് എന്താക്കി, അവരെ തദക്കുറുന്നാക്കി, റിമെമ്പറിങ് എന്നാക്കി. നോളജിന് എന്താക്കി, റിമെമ്പറിങ് ആക്കി. ഇസ്തിഅബ് എന്ന് വെച്ചാൽ എന്താണ്, കോംപ്രഹെൻഷൻ ആയിരുന്നു, അതിനെ ഫഹം അഥവാ അണ്ടർസ്റ്റാൻഡിങ് ആക്കി. തത്ബീഖിനെ അങ്ങനെ തന്നെ നിലനിർത്തി, തഹ്ലീലിനെയും അങ്ങനെ തന്നെ നിലനിർത്തി. എന്നിട്ട് ഈ തർക്കീബ് ഇബ്തികാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതായത് തക്വീമിനെ കൊണ്ടുവന്ന് തർക്കീബിന്റെ സ്ഥലത്തിട്ടു. അതിനുശേഷം വേണ്ടത് ഇബ്തികാർ അഥവാ ക്രിയേറ്റിവിറ്റി ആണ് വേണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ആദ്യം അത് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, ഈ ഭാഗങ്ങൾ തമ്മിൽ തന്നിട്ട് ഇതിന്റെ അകത്ത് തദക്കുർ എന്ന് പറയുന്നത് നമാദുൽ കദീമിലുള്ളതാണോ നമാദുൽ ഹദീസിലുള്ളതാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. കുറച്ച് ഡീപ്പ് ലെവൽ സാധനങ്ങളാണ് ഇതിന്റെ ബിഎഡ് നമ്മുടെ പെഡഗോജിയുടെ. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയങ്ങളാണ്, പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത വസായില് തഅലീമിയാണ്. ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, എനിക്ക് കുഴപ്പമില്ല. അഥവാ നിങ്ങൾക്ക് മതിയായെങ്കിൽ ഞാൻ നിർത്താം. എന്താ ചെയ്യേണ്ടത്? എനിക്ക് 2 ഓക്കെയാണ്. സാറേ ബ്ലൂംസ് ടാക്സോണമി ഒന്നുകൂടെ പറയോ? എടാ, തൽക്കാലത്തേക്ക് നിങ്ങൾ ബ്ലൂംസ് ടാക്സോണമിയുടെ 3 സാധനങ്ങൾ മനസ്സിലാക്കുക. കൊഗ്നിറ്റീവ് ഡൊമൈന്, അഫക്റ്റീവ് ഡൊമൈന്, സൈക്കോമോട്ടർ ഡൊമൈന്, 3 സാധനങ്ങളുണ്ട്. ആ പേരുകൾ പഠിക്കാം. മജാലുൽ മഅറഫി, മജാലുൽ ഇൻഫിആലി അഫക്റ്റീവ് ഡൊമൈൻ, മജാലുൽ നഫ്സി അൽ ഹർക്കി, 3 സാധനങ്ങളാണ് പഠിക്കുക. അത് അറബി വാക്ക് പഠിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉണ്ട്, അത് നിർബന്ധമായിട്ടും കേൾക്കാന്നുള്ളതാണ്. അപ്പൊ വസായിലു തഅലീമിയ ഒന്ന് നോക്കാം. പലരും കണ്ടിന്യൂ പറയുന്നുണ്ട്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ വസായിലു തഅലീമിയ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് നന്നാക്കാൻ വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വസായിലു തഅലീമിയ. അതിലെ ഒരു ടീച്ചിങ്ങും ലേണിങ്ങും നന്നാക്കാൻ വേണ്ടി അധ്യാപകരുടെ ടൂളുകളാണെന്ന് പറയാം. അദാത്താണ്, ടൂളുകളാണ്. ഉദാഹരണത്തിന് ഞാൻ വെറുതെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ തരാം. ഞാനിപ്പോ നിങ്ങൾക്ക് PPT ഉപയോഗിച്ച് ക്ലാസ് എടുക്കുകയാണ്, വോയിസ് ക്ലാസ് എടുക്കുകയാണ്, അഥവാ ഞാൻ ഗൂഗിൾ മീറ്റിൽ കയറി വെറുതെ വളവള അടയ്ക്കുകയാണ്. നിങ്ങൾ ഏതായിരിക്കും കേട്ടോണ്ടിരിക്കുക? ഫസ്റ്റ് ഓർ സെക്കൻഡ് ടൈപ്പ് ചെയ്താൽ മതി. ഏതായിരിക്കും എടുക്കുക? PPT ഉള്ളതായിരിക്കും അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ ടീച്ചിങ് മെത്തേഡ് നന്നാക്കാൻ വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് നന്നാക്കാൻ വേണ്ടി. ബസ്രിയിൽ പെട്ടതാണ് സൂറാത്ത്, സബൂറത്ത്, ഖറായിത്ത്, ലൗഹാത്ത്, ഖുറത്തുൽ അർദി അഥവാ ഗ്ലോബുകള്, റസൂം, പിക്ചേഴ്സുകള്, ബിത്വാഖത്ത്, കാർഡുകള് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സമയയിൽ പെട്ടതാണ്
ഇദാഅത്തുൽ മദ്രസ അഥവാ സ്കൂൾ റേഡിയോ, അതുപോലെ തന്നെ അസ്വാത്തു തബിയ നാച്ചുറൽ സൗണ്ട്സുകൾ, ഗ്രാമഫോണുകളൊക്കെ ബസലു സമഇയിൽ പെടുന്നതാണ്. അതുപോലെ ബസരിയിൽ പെടുന്നതാണ് വീഡിയോ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോൺ ഒക്കെ വസായിലു സമഇയ വൽ ബസരിയ ഓഡിയോ ആൻഡ് വിഷ്വൽ എയ്ഡുകളിൽ പെടുന്നതാണ്. ഇനി ഒരു സാധനം ഉണ്ട് വസായിൽ മുജസ്സിമ വൈറുൽ മുജസ്സിമ. അതായത് മുജസ്സിമ അഥവാ പ്രൊജക്റ്റീവ് എയ്ഡുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു പ്രൊജക്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്രൊജക്റ്റീവ് എയ്ഡുകൾ എന്ന് പറയാം. എന്നാൽ നോൺ പ്രൊജക്റ്റീവ് എയ്ഡുകൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊജക്ഷൻ എക്യുപ്മെന്റ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റുന്നതിന് നമ്മൾ നോൺ പ്രൊജക്റ്റീവ് എയ്ഡുകൾ എന്ന് പറയാം. ഇപ്പോ ടെലിവിഷൻ, LCD, ഫിലിം, സ്ലൈഡ് ഒക്കെ എന്താണ് പ്രൊജക്റ്റീവ് എയ്ഡുകൾക്ക് ഉദാഹരണമാണ്. നോൺ പ്രൊജക്റ്റീവ് എയ്ഡുകൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഒക്കെ പ്രൊജക്റ്റീവ് എയ്ഡുകൾക്ക് വരും. അതുപോലെ ബ്ലാക്ക് ബോർഡ്, ചാർട്ട്, അറ്റ്ലസ്, ഫ്ലാഷ് കാർഡ്, മോഡല്, ഗ്രാഫ് ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്, നോൺ പ്രൊജക്റ്റീവ് എയ്ഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. നിർബന്ധമായിട്ടും പ്രൊജക്റ്റീവ് എയ്ഡുകൾ നോൺ പ്രൊജക്റ്റീവ് എയ്ഡുകൾക്ക് ചോദിക്കുന്നത്, കാരണം PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. മൽ മുറാദ് ബിൽ ICT. ഓക്കെ, തക്കിനിയത്തുൽ മാലൂമത്തുൽ തവാസുലിയ എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരുപാട്. അടുത്ത നമുക്ക് ഇവാലുവേഷൻ നോക്കിയാലോ. ഇതും കൂടി ആകുമ്പോൾ ഏകദേശം പോർഷൻസ് അവസാനിക്കും. 1-2 ടോപ്പിക് കൂടി നമുക്ക് കവർ ചെയ്യാനുള്ളൂ. ഓക്കെ അല്ലേ? പെട്ടെന്ന് തീർത്തു പോവാണ്, കാരണം ഇനി ക്ലാസ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അപ്പൊ ഇവാലുവേഷൻ എന്നാൽ എന്ത്? ഈ അമലിയ മുസ്തമറ ഫി നശാത്ത് തഅല്ലുമി വതഅലീമി വലാ യഖ്തസ് ബിസമാനിൻ ഔ ബിവഖ്തിൻ മുഅയ്യൻ. ഒരു സമയമോ കാലമോ പ്രത്യേകമാക്കപ്പെടാത്ത ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെയാണ്, കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയാം. അപ്പോ ഒരു കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാണ് അത്. ടീച്ചിങ് ആൻഡ് ലേണിങ്ങിലാണ്. അതിൻ്റെ അകത്ത് കൃത്യസമയമോ കാലമോ എന്ത് ചെയ്യുന്നില്ല, അത് ചുരുക്കുന്നില്ല. എപ്പോഴും കരിക്കുലം ബേസ്ഡ് ആയിരിക്കും. കരിക്കുലം ബേസ്ഡ് ആയിരിക്കും ഇവാലുവേഷൻ എന്ന് പറയാം. ഇനി ഇവാലുവേഷന് പല ടൈപ്പ് ഓഫ് ഇൻവാലുകൾ ഉണ്ട്. ഫോർമൽ ഇവാലുവേഷൻ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്, ഫോർമേറ്റീവ് ഉണ്ട്, സമ്മേറ്റീവ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ഉണ്ട്. ഫോർമൽ ഇൻഫോർമൽ ജസ്റ്റ് നമ്മൾ ലെഫ്റ്റ് പഠിച്ചാൽ മതി. തക്വീം റസ്മി, ഗൈറു റസ്മി. ഫോർമേറ്റീവ് വാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ പഠിപ്പിക്കുന്നതിനിടയിൽ ടെസ്റ്റുകൾ നടത്തൂലേ, പല ക്ലാസ് ടെസ്റ്റുകൾ, യൂണിറ്റ് ടെസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഫോർമേറ്റീവ് വാലുവേഷൻ എന്ന് പറയും. തക്വീനി, തഷ്കീലി എന്നാ പറയാം. തക്വീനി എന്നോ തഷ്കീലി എന്നോ പറയും. അതാണ് ഫോർമേറ്റീവ് വാലുവേഷൻ. ഇനി സമ്മേറ്റീവ് വാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു വലിയൊരു ചാപ്റ്റർ പഠിപ്പിച്ചിട്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ, വലിയൊരു ചാപ്റ്റർ പഠിപ്പിച്ചതിന് ഒരു 100-150 പേജുള്ള ചാപ്റ്റർ പഠിപ്പിച്ചതിന് ശേഷമോ, അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിന്റെ അവസാനത്തിലോ, അതല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനത്തിലോ നടത്തുന്നതിന് എക്സാമിനേഷൻ തക്ബീം ഖിതാമി ഔ തജ്മഈ എന്ന് പറയാം. സമ്മേറ്റീവ് വാലുവേഷൻ എന്ന് പറയാം. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ അസനായി തദ്രീസ് ആണ്. സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി സെം എന്നൊക്കെ പറയാം. ക്ലിയർ ആണോ? ഇനി ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കുട്ടികൾക്ക് എത്രത്തോളം പഠന ഭാഗങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ, അതായത് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിമുട്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഒരു നല്ല ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബന്ധങ്ങളാണ്: വാലിഡിറ്റി ഉണ്ടായിരിക്കണം, ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, കോംപ്രഹെൻസീവ് ആയിരിക്കണം, പ്രാക്ടിക്കബിൾ ആയിരിക്കണം. ഇതൊക്കെ നല്ല ഒരു ടെസ്റ്റിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾ അതിന്റെ ട്രാൻസ്ലേഷൻ വേർഡ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. നന്നായി ഡിഫൈൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് അടിച്ച് പോകുന്നത്. ഇപ്പം CC എന്ന് വെച്ചാൽ സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ പ്രോജക്റ്റ്, അസൈൻമെന്റ്, സെമിനാർ, ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം നടത്താറില്ലേ ക്ലാസ്സിനിടയിൽ, ഒരു വർഷത്തിനിടയിൽ? ഇതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ എന്ന് പറയാം. കിട്ടിയോ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ എന്ന് പറയാ CC ആണ്. അതായത് ഒരു വർഷത്തിനിടയിൽ നമ്മൾ നടത്തുന്ന വർക്കുകളാണ്. അതിൻ്റെ അകത്ത് പ്രൊജക്റ്റ് വരും, അതുപോലെ തന്നെ തഫ്സീസ് വരും, സെമിനാറുകൾ വരും, മുനാക്കഷ വരും. ആ വാക്ക് പഠിക്കണം. തക്വീമു അൽ മുസ്തമിറി അൽ മുസ്തഖിൽ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ. ഇനി തഖ്ദീർ എന്താന്ന് ഇവിടെ പഠിക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
PSC പരീക്ഷയ്ക്ക് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും കേട്ടറ്റ് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് മറാഹിൽ തഖ്ദീർ. എന്താണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഉണ്ട്, തഖ്ദീറുൽ അജ്ലി ദിറാസ അസസ്മെന്റ് ഫോർ ലേണിംഗ് ഉണ്ട്, തഖ്ദീർ ഹുവ ദിറാസ അസസ്മെന്റ് ആസ് ലേണിംഗ് ഉണ്ട്. ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തഖ്ദീറു ദിറാസ എന്ന് വെച്ചാൽ ഒരു പാഠഭാഗം പഠിപ്പിച്ചതിന് ശേഷം കുട്ടി എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യലാണ്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ചെക്ക് ചെയ്യലാണ് അസസ്മെന്റ് എന്ന് പറയാം, തഖ്ദീറു ദിറാസ എന്ന് പറയാം. അസസ്മെന്റ് വാല്യുവേഷൻ രണ്ട് പ്രോസസ്സാണ്. ഇനി തഖ്ദീറുൽ അജ്ലി ദിറാസ എന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ വേണ്ടി പഠനത്തിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് അധ്യാപകനോ വിദ്യാർത്ഥി സഹപാഠികളോ എന്ത് ചെയ്യലാണ്, ഒബ്സർവേഷൻ നടത്തലാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്, തഖ്ദീറുൽ അജ്ലി ദിറാസ എന്ന് പറയാം. സെൽഫ് ഇവാലുവേഷനെയാണ് തഖ്ദീർ ഹുവ ദിറാസ എന്ന് വെച്ചാൽ. ഒന്നുകൂടി പറയാം, ഒരു വിദ്യാർത്ഥി ഒരു പാഠഭാഗം പഠിച്ചതിന് ശേഷം അവൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യലാണ് തഖ്ദീറു ദിറാസ അഥവാ അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഒരു പാഠഭാഗം പഠിക്കാൻ വേണ്ടി അതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടുള്ള കണ്ടന്റുകൾ ഉൾപ്പെടെ അവന്റെ കൂട്ടുകാരനോ അധ്യാപകനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെങ്കിലും എന്ത് ചെയ്യാ ഒബ്സർവ് ചെയ്യലാണ് തഖ്ദീറുൽ അജ്ലി ദിറാസ എന്ന് പറയാം. ഇനി അസസ്മെന്റ് ഓഫ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് ഇവാലുവേഷൻ ആണ്. സംജാ? ഓക്കെ. തഖ്ദീറു മുക്തസബാത്തു ത്വലി ബിബഅദ തദ്രീസി മഖ്തഉന്നസ്. സെൽഫ് ഇവാലുവേഷൻ അതാണ് തഖ്ദീറു ദിറാസ എന്ന് പറയുന്നത്. തഖ്ദീർ എവാലുവേറ്റ് ചെയ്യലാണ്, അസസ് ചെയ്യലാണ് മുക്തസബാത്ത് ത്വലി ബഅദ തദ്രീസി മഖ്തഉന്നസ്, ഒരു കണ്ടന്റ് പഠിപ്പിച്ചതിന് ശേഷം. അസസ്മെന്റ് ഫോർ ലേണിംഗ്, ഓഫ് ലേണിംഗ്, തഖ്ദീറു ദിറാസ, തഖ്ദീറു മുസ്തമിർ. തഖ്ദീറു ദിറാസ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഇല്ലേ, ആ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനെ പറ്റി ഒരേ വലിച്ചു വാരിയിട്ട് നമ്മുടെ ഹാൻഡ് ബുക്കിലുണ്ട്. അതിൽപ്പെട്ടതാണ് തഖ്വീമുൽ മുലഫാത്ത്, തഖ്വീം എന്ന് പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. ഒരു 3-4 ടൈപ്പ് ഓഫ് തഖ്വീമിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ഹാൻഡ് ബുക്കിലുള്ള സാധനമാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഞാനിത് ഉൾപ്പെടുത്താത്തത് ഇത്രയും നേരം ആയതുകൊണ്ട് നിങ്ങൾ എന്നെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി അതിന്റെ ഇടയിൽ കൂടെ ഞാൻ അതും കൂടി പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്നെ നേരെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നേരെ നിങ്ങൾ ന്യൂയോർക്കിലേക്ക് കെട്ടിവിടും, മേലെ ഇങ്ങോട്ടേക്ക് വന്നവരെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അപ്പോ ഇത്രയും ക്ഷമിച്ചിരുന്ന നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. അതുപോലെ തൽക്കാലത്തേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും ഒരുവിധം നമ്മളെ PSC സിലബസിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്.